السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിൻ്റെ ഫള് കൊണ്ട് ഇത്ര മഹത്തായ ഒരു സദസ്സിൽ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി മിൽഅ അസ്സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ബൈനഹുമാ വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഇങ്ങനത്തെ ഒരു ഒത്തുകൂടലിന് ഉപദേശ നിർദ്ദേശങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ട് സാഹചര്യമൊരുക്കി തന്ന സഹോദരന്മാരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഇഖ്ലാസും സിദ്ഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുമാറാവട്ടെ. ആ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وحلما وفهما وعقلا وأدبا كاملا يا رب العالمين. اللهم زدنا علما اللهم زدنا علما اللهم زدنا علما. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയും റസൂലുമായി അയക്കുന്നതിൻ്റെ മുമ്പ് ഈ ലോകം അന്ധകാരത്തിലായിരുന്നു. വഴികേടിൻ്റെ അങ്ങേ അറ്റത്തിലായിരുന്നു ആളുകൾ. അള്ളാഹുവുമായുള്ള ഹക്കുകളും കടമകളും കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. സൃഷ്ടികൾ തമ്മിൽ ഒരിക്കൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിലക്ക് അക്രമവും അനാചാരവും അധാർമികതയും അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പ്രവാചകന്മാരാ അടുത്ത കാലത്തൊന്നും ഈ ലോകത്തേക്ക് വന്നിട്ടേയില്ലായിരുന്നു. അങ്ങനത്തെ ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഈ ലോകത്തേക്ക് അയക്കുന്നത്. അങ്ങനെ പ്രവാചകൻ വന്നുകൊണ്ട് ആളുകളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസു ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുവീൻ. ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റു ഒന്നും തന്നെയില്ല എന്ന് നിങ്ങൾ പറയുവീൻ, അംഗീകരിക്കുവീൻ. ആ പറയുന്ന താക്കോല് കൊണ്ടാണ് ഈ സമൂഹത്തിനെ, സമുദായത്തിനെ, ലോകത്തിനെ നന്നാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം കുറിച്ചത്. അങ്ങനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന പക്ഷം ആളുകളെ നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദഅവത്ത് സ്വീകരിക്കാൻ തുടങ്ങിയ ആളുകൾ, ശത്രുക്കൾ ഒരു ഭാഗത്തിൽ നിന്ന് പ്രവാചകനെയും ആ ദഅവത്തിനെയും നശിപ്പിക്കാനും തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ ഈ പ്രകാശം ചെറിയ നിലക്ക് അത് ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ലോകത്ത് സത്യം അത് വന്നു, അസത്യം അത് തേഞ്ഞുമാഞ്ഞു പോകാൻ തുടങ്ങി. സന്മാർഗം വന്നു, ശരിയായ ജീവിതം വന്നു. ആളുകളുടെ ഹൃദയങ്ങൾ അന്ധകാരത്തിൽ നിന്ന്, വിവരക്കേടിൽ നിന്ന്, അനാചാരത്തിൽ നിന്ന് മാറി ദീനുൽ ഇസ്ലാമിൻ്റെ ഹിദായത്തിൻ്റെ ആ പ്രകാശം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ അത് ജീവൻ തുടിക്കാൻ തുടങ്ങി. നീതി വന്നു ലോകത്ത്. ശിർക്ക് ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോകാൻ തുടങ്ങി.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഈ പ്രവാചകനെ ലോകത്തിന് കാരുണ്യവാനായിക്കൊണ്ടാണ് അയച്ചത്. ആ പറയുന്ന ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ വഫാത്തിന്റെ മുമ്പ് തന്നെ ഈ ലോകത്ത് അത് നല്ലൊരു ശതമാനം പ്രദേശങ്ങളിൽ അത് കണ്ടു തുടങ്ങി. ഇമാം തിർമദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജാമിഅയിലും ശമാഇൽ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളെക്കുറിച്ച് പറയുന്ന കിതാബിൽ പറഞ്ഞ ഒരു ഹദീസ്, സഹീഹായ ഹദീസിന്റെ പണ്ഡിതന്മാർ അൽബാനി അടക്കമുള്ളവരൊക്കെ സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞ ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്ന് അള്ളാഹുവിന്റെ ദീനും ഹിദായത്തും കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിച്ചതിന്റെ ശേഷം ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു വഫാത്തായി പോവുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിച്ചുകൊണ്ട് പറയാണ്, ലമ്മാ ഖാനൽ യൗമുല്ലദി ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മദീനയിൽ കടന്നു വന്ന ആ ദിവസം അളാഅ മിൻഹാ കുല്ലു ഷൈ, ആ മദീനയുടെ എല്ലാ ഭാഗങ്ങളും പ്രകാശപൂരിതമായി. ഫലമ്മാ ഖാനൽ യൗമുല്ലദി മാത ഫീ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വഫാത്തായ ആ ദിവസം അളലമ മിൻഹാ കുല്ലു ഷൈ, മദീനയുടെ എല്ലാ ഭാഗങ്ങളും ഇരുൾമുറ്റിയതായി. മഹാന്മാരായ ആ സഹാബികൾക്ക്, ആ മുസ്ലിം ഉമ്മത്തിന് അനുഭവപ്പെട്ട അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. വലമ്മാ നഫളനാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ അൽ ഐദി, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ ഖബറിൽ മറമാടി, ഞങ്ങളുടെ കൈകൾ ഞങ്ങൾ പൊടിപടലങ്ങളിൽ നിന്ന് വൃത്തിയാക്കിയിട്ടില്ല. വ ഇന്നാ ലഫീ ദഫനിഹി ഹത്താ അൻകർനാ ഖുലൂബന, ആ അവസരത്തിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ പരിചയമില്ലാത്തതുപോലത്തെ ഒരു മാനസികമായ അനുഭവം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്ന് ആ ഹിദായത്തും ആ പ്രകാശവും ആ സന്മാർഗവും ലഭിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന മാനസികാവസ്ഥ, അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തുനിന്ന് വഫാത്തായപ്പോൾ അവർക്ക് അനുഭവപ്പെട്ട ഒരു ശൂന്യത, മാനസികമായ എന്തെന്നില്ലാത്ത സങ്കടം, വ്യസനം, അതാണ് മഹാനായ സഹാബി ഈ പറയുന്ന അനുഭവത്തിൽ കൂടെ വിവരിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിലെ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു യൗമൽ ജുമുഅത്തി ഇലാ ഷജറത്തിൻ ഔ നഖല, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മദീനയിലെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് പ്രത്യേകിച്ച് ഖുത്ബ പറയാൻ വേണ്ടി ഒരു ഈത്തപ്പന തടിയിൽ കയറി നിന്നുകൊണ്ടായിരുന്നു അത് നിർവഹിച്ചിരുന്നത്. അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണ് പറഞ്ഞു, അവർക്ക് ആശാരിപ്പണിയെടുക്കുന്ന, മരത്തിന്റെ പണിയെടുക്കുന്ന ഒരു അടിമയുണ്ടായിരുന്നു. സ്ത്രീയാണ് പറഞ്ഞത്, അതല്ല റിപ്പോർട്ടുകളിൽ ഒരു പുരുഷനാണ് പറഞ്ഞു എന്ന് രണ്ടഭിപ്രായങ്ങൾ. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ നിങ്ങൾക്കൊരു മിമ്പറുണ്ടാക്കി തരട്ടെ, കയറി നിന്ന് ഈ പറയുന്ന ഖുതുബയും നിങ്ങളുടെ ഉത്ബോധനങ്ങളും അത് കേൾപ്പിക്കാൻ കുറച്ചുകൂടി ഈത്തപ്പന തടിയിലേറെ കുറച്ചുകൂടി നല്ലതായ ഒരു മിമ്പറ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് ഒരു മിമ്പറുണ്ടാക്കി കൊടുത്തു. അങ്ങനെ അടുത്ത പ്രാവശ്യം വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഖുതുബ പറയാൻ വരുന്ന സമയത്ത് ദുഫിഅ ഇലൽ മിമ്പർ, അള്ളാഹുവിന്റെ റസൂല് ആ മിമ്പറിൽ വന്ന് ഖുതുബ പറയാണ്. അപ്പോ ആദ്യം ഖുതുബ പറഞ്ഞിരുന്ന ഉണങ്ങിത്തെരിച്ച ഈത്തപ്പനത്തടി ഫസാഹത്തിൻ നഖലത്തു സിയാഹസ്സബി, അത്രയും ദിവസം ഖുതുബ പറഞ്ഞിരുന്ന ഉണങ്ങിത്തെരിച്ചുപോയ ആ മരക്കഷ്ണം സാധാരണ ഒരു കുട്ടി കരയുന്നത് പോലത്തെ ഒരു അട്ടഹാസം അവിടെ വെച്ച് നടത്തി, കരഞ്ഞുപോയി. ഇത് സഹാബികൾ കേട്ടുപോയി. അപ്പൊ സുമ്മ നസല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫളമ്മഹു ഇലൈഹി, അല്ലാഹുവിന്റെ റസൂല് പുതിയ മിമ്പറിൽ നിന്നിറങ്ങി ആ ഈത്തപ്പന തടിയെ തന്റെ നെഞ്ഞിലേക്ക് കൂട്ടി. തഇന്നു അനീന സ്വബിയ്യില്ലദീ യുസക്കൻ, മാതാവ് കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കുന്ന ഒരു കുഞ്ഞിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം ആ ഈത്തപ്പന തടിയിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, കാനത് തബ്കി അലാ മാ കാനത് തസ്മഅ മിന സിക്രി ഇൻദഹ, ഇത്രയും ദിവസം അതിന്റെ മുകളിൽ കയറി ഈ ഖുതുബ പറയുന്ന ആ അനുഭവം നഷ്ടപ്പെട്ടതുകൊണ്ട് ഉണങ്ങിത്തെരിച്ച ഈ മരം, ഈ മരക്കഷ്ണം, മരത്തടി അത് കരയുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഹദീസ് ഹസനുൽ ബസ്രി റഹിമഹുള്ള കേട്ടു. അദ്ദേഹം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ബക്കാ, മഹാനായ ആ താബിഈ കരഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മഅശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ, സമൂഹമേ, അൽ ഖശബത്തു തഇന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മരക്കഷ്ണം അള്ളാഹുവിന്റെ റസൂലിലേക്ക് ആശിച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് അവിടുത്തെ സാമീപ്യത്തിന് വേണ്ടി അത് ലഭിക്കാൻ വേണ്ടി തേങ്ങിക്കരയുന്നതാണ് നിങ്ങൾ ഈ കേട്ടത്. ഫഅൻതും അഹഖു അൻ തഷ്താഖു ഇലൈഹി, ആ റസൂലിലേക്ക് ആശിക്കാൻ, മോഹിക്കാൻ, ആ റസൂലിന്റെ സാമീപ്യത്തെ കഴിച്ചുകൂട്ടാൻ ഏറ്റവും അർഹരും യോഗ്യരും നിങ്ങളാണ്.
അവിടുത്തെ പവിത്രമായ ബറക്കത്താക്കപ്പെട്ട ആ ശരീരം നമ്മുടെ കൂടെയില്ലെങ്കിലും അവിടുന്ന് കൊണ്ടുവന്ന ദീന്, അവിടുത്തെ സുന്നത്ത്, പരിശുദ്ധ ഖുർആനും അവിടുത്തെ സുന്നത്തും അതുമായുള്ള ബന്ധം മുസ്ലിമീങ്ങൾക്ക് സദാസമയവും അത്യാവശ്യമാണ് എന്ന് പറയുന്ന സൂചനയാണ് മഹാനായ ഈ താബിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന സംഭവത്തിൽ കൂടെ വിവരിക്കുന്നത്. ഈ ചെറിയ മുഖവുര പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ. എന്തുകൊണ്ട് സലഫിയത്ത്? ഇതാണ് ആദരണീയരായ സഹോദരന്മാർ നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയാൻ എന്നെ ഏൽപ്പിച്ചത്. അള്ളാഹുവിനോട് സഹായത്തെ തേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഫളലും തൗഫീഖും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ ലളിതമായ നിലക്ക് ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ട് സലഫി മൻഹജ് തന്നെ? എന്തുകൊണ്ടത് സ്വീകരിക്കണം? എന്താണ് അതിന് പ്രത്യേകമായ ഒരു പ്രത്യേകത? ഇവിടെ ഒരുപാട് വഴിയും ഒരുപാട് ആശയങ്ങളും അതിൻ്റെ വക്താക്കളുമുണ്ടല്ലോ. ലോകത്ത് പലതുമുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമുക്ക് പരിചയമുള്ള പലരുമുണ്ട്. ഖുറാഫികളായ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം എന്നുള്ള ചില ഖുറാഫി പണ്ഡിതന്മാർ പറയുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഈ നാട്ടിലെ പാരമ്പര്യം ഒരു പക്ഷേ അവർക്കായിരിക്കാം. എനിക്കതിൻ്റെ കൃത്യമായ ചരിത്രവും ഇവിടെ എന്നത് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയുകയില്ല. അതേ എന്നാൽ ദീനുൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം അവരുടെ കയ്യിലല്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പാരമ്പര്യം ഇവിടെയുള്ള ഖുറാഫി ശിർക്കും ഖുറാഫാത്തും ഖബർ പൂജയും ഖബറാരാധനയുമായി നടക്കുന്ന ഖുറാഫിയുടെ കയ്യിലല്ല ദീനുൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യം. ഈ ഖുറാഫിയുടെ മാർഗം എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല? ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ലോകത്തുള്ള മുസ്ലിമുകളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ വളച്ചുകെട്ടിക്കൊണ്ട് ഞങ്ങളാണ് അതിൻ്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെ മാർഗം എന്തുകൊണ്ട് പറ്റൂല? തബ്ലീഗ് ജമാഅത്തിൻ്റെത് എന്തുകൊണ്ട് പറ്റൂല? ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഹദീസ് നിഷേധത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന പല ആളുകളുമുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം പോലത്തെ. എന്തുകൊണ്ടത് പറ്റൂല? സലഫി മൻഹജ് തന്നെ വേണം, അത് തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് കൃത്യമായ ഒരുപാട് മറുപടികൾ നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് സലഫി മൻഹജ് അത് തന്നെയാണ് ഉത്തമമായത്, അത് തന്നെ സ്വീകരിക്കണം? എന്തുകൊണ്ട്? لأنهم فقط من يدرس التوحيد والعقيدة الصحيحة. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും. സലഫികൾ മാത്രമാണ്. തൗഹീദുല്ലാഹി, തൗഹീദിന്റെ 3 ഇനങ്ങളാകും. തൗഹീദുർ റുബൂബിയത്താണെങ്കിൽ, തൗഹീദുൽ ഉലൂഹിയത്താണെങ്കിൽ, തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്താണെങ്കിൽ ഇത് കൃത്യമായി പഠിക്കുന്നവർ, ഇത് കൃത്യമായി പ്രബോധനം ചെയ്യുന്നവർ, ഇത് പഠിപ്പിക്കുന്നവർ സലഫികൾ മാത്രമാണ്. ശരിയായ വിശ്വാസം, ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായ അഖീദക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ഇവർ മാത്രമാണ്. നമ്മുടെ നാട്ടിലുള്ള സലഫി പേരിൽ അറിയപ്പെട്ടവർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മൻഹജ് കൃത്യമായി പഠിച്ച് ഫോളോ ചെയ്യുന്നവർ മാത്രമാണ് ശരിയായ അഖീദ അത് പഠിക്കുന്നത്, പഠിപ്പിക്കുന്നവർ. وهم فقط من يحارب الشرك وعبادة القبور والسحرة والمشعوذين والكهنة والأرافين. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് ഷിർക്കിനോട് സമരം ചെയ്യുന്നവർ, തൗഹീദിന് വിരുദ്ധമായ ഷിർക്കിനോട് സമരം ചെയ്യുന്നവർ. അത് തെറ്റാണ്, അതിനെതിരിൽ ദഅവത്ത് നടത്തുന്നവർ, ആ പറയുന്ന ഷിർക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എതിർക്കുന്നവർ ഈ സലഫികൾ മാത്രമാണ്. ഖബറാരാധനയെ എതിർക്കുന്നവർ സലഫികൾ മാത്രമാണ്. മാരണത്തിന്റെ ആളുകളുടെ എതിർപക്ഷത്തുള്ളവർ, ചീത്ത മന്ത്രവാദത്തിന്റെ എതിർവശത്തുള്ള ആളുകൾ, ജ്യോത്സ്യന്മാരുടെയും അതേപോലെ തന്നെ മട്ടക്കാരും മറഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകൾ തെറ്റാണ് എന്ന് പറയുന്നത് സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യഅ്തനൂന ബിമഅരിഫത്തി സ്വഹീഹി മിനൽ ളഈഫി മിനൽ അഖ്ബാരിൻ നബവിയ്യത്തി വൽ ആഥാരിസ് സലഫിയ്യത്തി അല്ലതി ജാഅത് അനിസ് സലഫ്. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ ഇത് സഹീഹാണ്, ഇന്നത് ദഈഫാണ്, ഇത് സ്വീകരിക്കാൻ പറ്റുന്നതാണ്, ഇത് ബലഹീനമാണ് എന്ന് കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുന്നവരും അത് പരിഗണിക്കുന്നവരും സലഫികൾ മാത്രമാണ്. മുൻഗാമികളിൽ നിന്ന് വന്ന ആസാറുകൾ, അവരിൽ നിന്ന് അധ്യാപനങ്ങൾ, അതിൽ സ്വീകാര്യോഗ്യമായത് ഇന്നതാണ്, അത് ബലഹീനമായത് തള്ളേണ്ടത് ഇന്നതാണ് എന്ന് കൃത്യമായി പറയുന്നവരും പഠിക്കുന്നവരും അന്വേഷിക്കുന്നവരും പഠിപ്പിക്കുന്നവരും സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യുഹാരിബുൽ ബിദ്അ വൽ മുഹ്ദസാത്തി വയുഹസ്സിറു മിൻഹ. അനാചാരങ്ങൾ, ബിദ്അത്തുകൾ
ആ പറയുന്നതിനെക്കുറിച്ച് താക്കീത് നൽകുന്നവർ സലഫികൾ മാത്രമാണ്. നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ അടുത്ത് ചെന്നാൽ അവരടുത്തുള്ള ഫളായിലുൽ അമാലിന്റെ ഏറ്റവും മഹത്തായ അവർ കാണുന്ന കിതാബിൽ ദഈഫായ മൗളൂആയ ധാരാളം ഹദീസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഖുറാഫികൾ യാതൊരു തെളിവുമില്ലാതെ ദീനുൽ ഇസ്ലാമിൽ നിരന്തരം കാര്യങ്ങൾ കടത്തിക്കൂട്ടി കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. അഖ്ലാനികളായ ആളുകൾ സഹീഹായ ഹദീസുകൾ അവരുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്താൽ പോലും അവരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന് മേൽ പരസ്യമായി തള്ളുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും ദീനിന്റെ വക്താക്കളാണ് എന്ന് പറയുന്ന ആളുകൾ അവരുടെ എഴുത്തുകളിലോ അവരുടെ പ്രസംഗങ്ങളിലോ പരിശുദ്ധ ഖുർആൻ അവർക്ക് തോന്നുന്ന നിലയ്ക്ക് വ്യാഖ്യാനിച്ച് പാരായണം ചെയ്യുമെന്നല്ലാതെ സ്വഹീഹായ ഹദീസുകൾ അതിന്റെ സനദോടുകൂടെ കൃത്യമായി അവരുടെ വാക്കുകളിലോ എഴുത്തുകളിലോ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. ആ ഹദീസുകളെങ്ങാനും അവർ പറഞ്ഞാൽ അവർ സ്വീകരിച്ച മൻഹജിന് അത് കടുക വിരുദ്ധമാകും. ആളുകൾ അവരുടെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ വഹും ഫഖത്ത് മൻ യുഹദ്ദിറൂന മിന തഅസ്സുബ് അൽ മദ്ഹബി വതഅഫുൽ അൽ ഖൗമി വതശറുദ് മിൽ ഹിസ്ബി. ഈ പറയുന്ന സലഫികൾ മാത്രമാണ് മദ്ഹബി പക്ഷപാതിത്വത്തിന്റെ പിന്നിൽ പോകാതെ ദലീലിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ദുഷിച്ച ദേശീയതകൾ, അതേപോലെ തന്നെ കക്ഷിത്വങ്ങൾ നമ്മുടെ ഷെയ്ഖ് പറഞ്ഞത് ആ ഷെയ്ഖിന്റെ നാട്ടിൽ പോയി അയാളെ സദസ്സിൽ പോയി മാത്രമേ കാര്യങ്ങൾ കേൾക്കാവൂ, മറ്റുള്ളവർ മുഴുവനും മൻഹജിന്റെ പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കക്ഷിത്വങ്ങൾ, അതിനെക്കുറിച്ച് ശക്തമായി താക്കീത് നൽകൽ യഥാർത്ഥ സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യുഫ്തൂന ബിദ്ദലീൽ. സലഫികൾ മാത്രമാണ് ദീനിന്റെ മസ്അലകൾ ഫത്വ പറയുന്ന സമയത്ത് കൃത്യമായ തെളിവ് അവതരിപ്പിച്ചുകൊണ്ട് ഫത്വകൾ നൽകൽ. അതേപോലെ തന്നെ അന്ധമായ അനുകരണം അത് തെറ്റാണ് എന്ന് പറയൽ. എത്ര വലിയ കിബാറുകളായ സലഫി മൻഹജിൽ അറിയപ്പെട്ട എത്ര വലിയ ഇമാമുകളാണെങ്കിലും, ഇമാം ഷാഫിഈ ആണെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണെങ്കിലും അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആണെങ്കിലും തെളിവിന് വിരുദ്ധമായി അവരിൽ നിന്ന് ഏതെങ്കിലും വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹദീസിനെതിരാണ്, അത് അദ്ദേഹം പറഞ്ഞ അതിന് വിരുദ്ധമാണ്, ഇവിടെ സഹിയായ ഹദീസുണ്ട് എന്ന് പറയൽ സലഫികൾ മാത്രം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചു പോയ വാക്കുകളുണ്ട്. എൻ്റെ വാക്കുകൾ അതിന് വിരുദ്ധമായി സഹിഹായ ഹദീസുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് സഹിയായി നിങ്ങൾക്ക് കിട്ടി, ഞാൻ പറഞ്ഞത് അതിന് വിരുദ്ധമാണെങ്കിൽ എൻ്റെ വാക്ക് നിങ്ങൾ ചുമരിലേക്ക് എറിഞ്ഞോടി, നിങ്ങൾ എൻ്റെ വാക്ക് സ്വീകരിക്കരുത്. ഇത് സലഫികൾ മാത്രമെടുത്ത നിലപാടുകളാണ്. ആ ഇമാമിങ്ങൾ അന്ന് പറയാൻ കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ അവർ മനസ്സിലാക്കി ഫത്വ നൽകി എന്നുള്ളത്. അവർക്ക് ഈ ഹദീസ് കിട്ടിയിട്ടില്ലായിരുന്നു. അന്ന് ഇതുപോലെ സുലഭമായി അത് കിട്ടുന്ന സാഹചര്യമില്ലായിരുന്നു. അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ എതിര് ചെയ്തതല്ല. പക്ഷേ അവർ സൂക്ഷ്മത കൊണ്ട് പറഞ്ഞു, എൻ്റെ ഹദീസ് സഹീഹായ, എൻ്റെ വാക്കുകൾ സഹീഹായ ഹദീസിന് വിരുദ്ധമായി കണ്ടാൽ നിങ്ങൾ എൻ്റെ വാക്ക് ചുമരിലേക്ക് എറിഞ്ഞോണ്ടി. ആ പറയുന്ന വാക്ക് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കുല്ലുൻ യുഖദു മിൻ ഖൗലിഹി വയുറദ്. ആരാണെങ്കിലും അവർ പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുന്നതും തള്ളേണ്ടതുമുണ്ടാകും. ഇല്ലാ സാഹിബു ഹാദിൽ ഖബർ. ഈ ഖബറിൽ കടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മുഴുവനും സ്വീകരിക്കേണ്ടതാണ്. ഈ പറയുന്ന അദബ്, ഈ പറയുന്ന മര്യാദ ഇത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ സലഫികൾ മാത്രമാണ്. വഹും ഫഖത്ത് മൻ യുഹദ്ദിറു മിനൽ ഫുജൂരി വസ്സുഫൂർ വസായിരി അസ്നാഫിൽ മലാഹി വശുറൂർ. സലഫികൾ മാത്രമാണ് അധാർമികതയ്ക്ക് എതിര് നിൽക്കുന്നത്. അധാർമികതകൾ, തമ്മാടിത്തരം പിടിച്ച കാര്യങ്ങൾ അത് തെറ്റാണ് എന്ന് കൃത്യമായി പറയുന്ന ആളുകൾ സലഫികളാണ്. അതേപോലെ തന്നെ അഴിഞ്ഞാട്ടങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നത് സലഫികളാണ്. ചില ഭാഗത്ത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത് തെറ്റാണ്, ദീനിന് വിരുദ്ധമാണ് എന്ന മൗലവിമാർ ചിലപ്പോൾ ഫത്വ കൊടുക്കും. ആ പറയുന്ന മൗലവിമാരുടെ ജാറങ്ങളിലും ദർഗകളിലും അവരുടെ മീലാദ് നബിദിന ആഘോഷങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ആണും പെണ്ണും ഇടകലരുന്നതിന് അവർക്ക് യാതൊരു തെറ്റുമില്ല, ദീനിന് യാതൊരു വിരുദ്ധത്തിൽ. ഇങ്ങനത്തെ ഇരട്ടത്താപ്പായിരിക്കും ഖുറാഫി മൗലവിമാരുടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതും അതേപോലത്തെ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അവരുടെ ജാറങ്ങളിൽ, അവരുടെ ദർഗകളിൽ, അവരുടെ നബിദിനാഘോഷങ്ങളിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് കാണുന്നില്ലേ, അത് തെറ്റാണ് എന്നവർ പറയാൻ തയ്യാറാകുന്നില്ല. സലഫികൾ പറയും, അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത്, ഇസ്ലാമികമായ കൃത്യമായ ഹിജാബ് ശറഇല്ലാതെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നത് ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമാണ്, ദീനുൽ ഇസ്ലാമിന് എതിരാണ് എന്ന് കൃത്യമായി പറയും. അതേപോലെ തന്നെ തെറ്റായ കളിവിനോദങ്ങൾ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് പറയുന്നത് സലഫികൾ മാത്രമാണ്. മറ്റുള്ള ആളുകൾ ഇല്ലാത്ത പാട്ടുകൾ ഇസ്ലാമിന്റെ പേരിൽ, ഇല്ലാത്ത വിനോദങ്ങൾ ഇസ്ലാമീകരിച്ചുകൊണ്ട് സമൂഹത്തിന് അതിലേക്ക് ഇറക്കിവിടുന്നവരായിരിക്കും.
وهم فقط من يدعون لترك الانقلابات والتفجيرات والمظاهرات والثورات. സലഫികൾ മാത്രമായിരിക്കും അട്ടിമറി പ്രവർത്തനങ്ങൾ, ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, അത് തെറ്റാണ് എന്ന് പറയുന്നത് സലഫികൾ മാത്രം. അതേപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങളും മറ്റും ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പറയൽ സലഫികൾ മാത്രം. പ്രകടനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല, വിപ്ലവങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല. ഭരണാധികാരികൾ അട്ടിമറിക്കാൻ, ഭരണകൂടത്തിനെ പുറത്താക്കാൻ, ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് വെട്ടിത്തുറന്ന് കൃത്യമായി സലഫികൾ മാത്രമേ പറയുള്ളൂ. വലാ യുനാഫിസൂന അലാ മുൽക്കി അഹദിൻ, ഏതെങ്കിലും ഒരാളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇവർ മത്സരിക്കാൻ പോകൂല. വലാ യുനാഫിഖൂന അഹദൻ മിനൽ മുലൂക്, ഏതെങ്കിലും ഭരണാധികാരിയുടെ അടുത്ത് ചെന്നോട് കാപട്യം കാണിക്കൂല. അവരെ മുന്നിൽ ചെല്ലുമ്പോൾ നല്ല ആളുകൾ, ഇപ്പുറത്ത് തിരിഞ്ഞാൽ അവർക്ക് എതിരായുള്ള പ്രവർത്തനം നിഫാഖ് സലഫികളുടെ അടുത്തുണ്ടാകൂല. എന്നാൽ വലാ തറാഹും ബി അബ്വാബി സലാത്തീൻ, ഭരണാധികാരികളുടെ വാതിൽക്കൽ അവരുടെ പണക്കിഴികൾക്ക് വേണ്ടി കാത്തുകെട്ടി നിൽക്കാൻ സലഫികളെ നിങ്ങൾ കാണുകയില്ല. അതോടുകൂടെ സുമ്മഹും അഹ്ലുസ്സംഇ വത്വാഅത്തി ഫിൽ മൻശതി വൽ മക്റഹി വഫി അസ്റത്തിൻ അലൈഹിം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കൃത്യമായ അധ്യാപനം, ഭരണാധികാരികൾ മുസ്ലിം ഭരണാധികാരികളാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കണം, അവർക്കനുസരിക്കണം. നമുക്ക് പറ്റിയാലും പറ്റിയില്ലെങ്കിലും, അവർ നമ്മെ പുറത്തടിച്ചാലും അവരുടെ നമ്മുടെ സമ്പത്ത് പിടിച്ചാലും ഭരണാധികാരികൾക്ക് അനുസരിക്കണം, അവർ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്ന ആ അധ്യാപനം കൃത്യമായി പാലിക്കാൻ സലഫികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സലഫികൾ എന്ന് പറയുന്നവർ അതിൽ ദീനിന്റെ ആളുകളുടെ ആരാധനാപരമായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ഫുഖഹാക്കളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ കൃത്യമായി പഠിച്ച് അത് പഠിപ്പിക്കുന്ന മുഹദ്ദിസീങ്ങളും അതേപോലെ തന്നെ ദീനിൽ നിന്ന് മതവിധികൾ കണ്ടെത്തുന്ന മുജ്തഹിദീങ്ങളും മുസ്ലിം ഉമ്മത്തിന് കൃത്യമായി നസീഹത്ത് നടത്തുന്ന മുഅ്മിനീങ്ങളും ഇത് മുഴുവൻ ഉണ്ടാകും. ലാ തതഗയ്യറു ഫത്വാഹും വലാ തതഖല്ലബു അംസിജതുഹും. സലഫികളായ ആളുകൾ, ഉലമാക്കൾ, അവരുടെ ഫത്വയിൽ യാതൊരു മാറ്റങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയൂല. സമ്പന്നന്റെ മുന്നിൽ ഒരു ഫത്വ, ദരിദ്രന്റെ മുന്നിൽ മറ്റൊരു ഫത്വ, ഈ നാട്ടിൽ ഒരു ഫത്വ, അപ്പുറത്ത് മറ്റൊരു ഫത്വ, തോന്നുന്നതിനനുസരിച്ച് മാറ്റമുണ്ടാകൂല. അവരുടെ മാനസികാവസ്ഥയിൽ യാതൊരു ഇളക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊഴിഞ്ഞു മറിച്ചിലും ഉണ്ടാകൂല. ഇദാ ജറഹു മുബ്തിലൻ അസ്ഖതു വലൗ കാന അർഫഅൻ നാസ്. സലഫുകളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ഏതെങ്കിലും ഒരു അസത്യവാദിയായ, ദീനിന് വിരുദ്ധമായി പോകുന്ന ഒരു വ്യക്തിയെ അവര് ദീനിന് പറ്റാത്ത ആളാണ്, അവന്റെ വഴി തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പിന്നെ തകർന്നു. എത്ര ഉയർന്നവരാണെങ്കിലും, യൂസുഫുൽ ഖർളാവിയാണെങ്കിലും സയ്യിദ് ഖുതുബാണെങ്കിലും നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഖുറാഫി മൗലവിമാരെ തലപ്പത്തുള്ള തലവനാണെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ഒരു പണ്ഡിതൻ പറയാണ് അവൻ ബാത്തിലിന്റെ ആളാണ്, അവൻ സത്യത്തിന് വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം കഴിഞ്ഞു. അവനെ, ആ പറയുന്ന മനുഷ്യനെ പിന്നെ സലഫികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ തിരിഞ്ഞു നോക്കുകയില്ല. ഷെയ്ഖ് മുഖ്ബിലുൽ വാദിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മൻ സഫഅഹു അഹ്ലുസുന്നത്തി മസ്തതഅ അൻ യഖൂം. അഹ്ലുസുന്നയുടെ ആളുകൾ, ഉലമാക്കൾ ഒരാൾ ബാത്തിലിന്റെ ആളാണ് എന്ന് പറഞ്ഞ് അവൻ അടിച്ച് താഴ്ത്തിയാൽ പിന്നെ തല ഉയർത്താൻ അവന് കഴിയുകയില്ല. വഇദാ റഅൂ ബാത്തിലൻ ബയ്യനു. സലഫികൾ ആരെടുത്തൊരു തെറ്റ് കണ്ടുവെന്നുണ്ടെങ്കിലും അത് തെറ്റാണ് എന്ന് കൃത്യമായി വിവരിച്ചു കൊടുക്കും. വലം യൽതഫിതു ഇലാ സഖതി അഹദിൻ മിനൻ നാസ്. ആളുകൾ കോപിച്ചോ, ആളുകൾക്ക് പറ്റിയില്ലേ, അതവർ തിരിഞ്ഞു നോക്കുകയല്ല. ഇമാമുഹും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. സലഫികളുടെ ഇമാമ്, അവരുടെ നേതാവ് അല്ലാഹുവിന്റെ റസൂലാണ്. വത്വരീഖതുഹും മാ കാന അലൈഹി മുഹമ്മദുൻ വഅസ്ഹാബുഹു. അല്ലാഹുവിന്റെ റസൂലിന്റെയും ആ റസൂലിന്റെ അനുചരന്മാരുടെയും വഴി ഏതായിരുന്നോ, അവരെന്ത് വിശ്വസിച്ചു, അവരെങ്ങനെ ഇബാദത്ത് ചെയ്തു, അവരെങ്ങനെ ദഅവത്ത് നടത്തി, അവരെങ്ങനെ ഇൽമു പഠിച്ചു, എങ്ങനെ പഠിപ്പിച്ചു, അവരുടെ സ്വഭാവം, അവരുടെ ഇടപാട്, ഇത് കൃത്യമായി പാലിക്കുന്നവരാണ് സലഫികൾ. ദഅവത്തുഹും ളാഹിറുഹാ കബാത്തിനിഹാ. സലഫികളുടെ ഉള്ളും പുറം ഒരുപോലെയായിരിക്കും. അവർ ഉള്ളിൽ എന്താണോ ആദർശം, വിശ്വാസം, അത് പുറത്ത് കാണിക്കും. പുറത്ത് കാണിക്കുന്നത് എന്താണോ അത് തന്നെയായിരിക്കും ഉള്ളിലും. ലൈസത് ഫീ ദഅവതിഹിം മുതാജറത്തുൻ ബി അർവാഹിൽ മുസ്ലിമീൻ. സലഫികളുടെ പ്രബോധനത്തിൽ മുസ്ലിമീങ്ങളുടെ ആത്മാക്കളെ കൊണ്ട്, അവരുടെ ജീവൻ കൊണ്ടുള്ള കച്ചവടം നടക്കൂല. ഗസ പോലത്തെ, ഫലസ്തീൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ഉമ്മത്തിന് പിടിപെട്ട ദുരിതങ്ങൾ 10-15 മാസത്തോളം ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, പ്രായം ചെന്നവർ, അവരുടെ സമ്പത്തുകൾ, വീടുകൾ, അത് മുഴുവൻ തരിപ്പണമാക്കാൻ ശത്രുക്കൾക്ക് കൂട്ടുനിന്ന ഈ പറയുന്ന ഇഖ്വാനികളെപ്പോലത്തെ, ഹിസ്ബികളെപ്പോലത്തെ, ലലാലത്തിന്റെ ആളുകളെപ്പോലത്തെ പണി സലഫികൾ ചെയ്യുകയില്ല. എന്നിട്ടവർ പറയാണ് ഗസ വിജയിച്ചു, അവിടെയുള്ള ഫലസ്തീനികൾ വിജയിച്ചു, ഈ പറയുന്ന ദുരിതങ്ങൾ മുഴുവനുണ്ടായി.
അലി റംലി ഹഫിളഹുല്ല ഈ പറയുന്ന ഇവരുടെ ഈ ഹിസ്ബികളെ ഇഖ്വാനികളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പറഞ്ഞ വാക്ക്, ഫലസ്തീനികൾ ദുആ ചെയ്യാൻ, ഞങ്ങൾക്ക് ഈ ഗതികേട് വരുത്തിവെച്ചിട്ട് ഞങ്ങൾ വിജയിച്ചു എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ലഭിച്ചതുപോലത്തെ ഒരു വിജയം ആ പറഞ്ഞവർക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കട്ടെ, അവർ നാമീൻ പറയട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിലെ ഇഖ്വാനികളും ഹിസ്ബികളും പറഞ്ഞു നൽകാണ്, ഗസ വിജയിച്ചു. ഈ പറയുന്ന 10-15 മാസം ഈ ദുരിതങ്ങൾ മുഴുവനും അവർ വന്നുവെത്തിയിട്ട് അവർ വിജയിച്ചു. അവരോട് നമുക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഗസ വിജയിച്ചു എന്നുണ്ടെങ്കിൽ അവരുടെ ഭവനങ്ങൾ, അവരുടെ സമ്പത്തുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ശരീരങ്ങൾ, അവരുടെ ഭൗതികവും ദീനിയും ദുന്യവിയുമായ സംവിധാനങ്ങൾ, പള്ളികൾ, സ്ഥാപനം തകർക്കപ്പെട്ടിട്ട് അവർ പറയാണ് ഗസ വിജയിച്ചു എന്ന് എവനെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്കവനോടും പറയാനുള്ളത്, ഈ ഗസക്കാർ വിജയിച്ചതുപോലത്തെ ഒരു വിജയം നിനക്കും നിന്റെ കുടുംബത്തിനും ലഭിക്കട്ടെ. പറയൂ നീ ആമീൻ, പറയൂ നിങ്ങൾ ആമീൻ, ദുആ ചെയ്യ. നിങ്ങളിങ്ങനെ പറയാൻ തയ്യാറാകൂ. അല്പബുദ്ധിയുള്ള മനുഷ്യന്മാർ, സലഫികൾ മുസ്ലിമീങ്ങളുടെ ജീവൻ കൊണ്ട് ഇതുപോലെ കച്ചവടം ചെയ്യൂല. വലാ തുബാഉ ഫീ അസ്വാഖിൽ നഖാസീൻ, അടിമ ചന്തകളിൽ മുസ്ലിമീങ്ങളെ കൊണ്ടുപോയി വിൽക്കപ്പെടുകയില്ല. വലാ യുരീദൂന മിനന്നാസി അജ്റൻ വലാ ജസാഅൻ വലാ ശുക്കൂറ. സലഫികൾ ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ ദഅവത്ത് നടത്തുമ്പോൾ ആളുകളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലോ എന്തെങ്കിലും കൂലിയോ എന്തെങ്കിലും നന്ദി വാക്ക് പോലും ആളുകളിൽ നിന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുകയില്ല. ദുആഉഹും അസ്സബാത്ത്. സലഫികളാകുമ്പോൾ അവർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ളത്, തേടാനുള്ളത് എപ്പോഴും അള്ളാഹുവേ ഇതിൽ നീ ഞങ്ങളെ നിലനിർത്തി തരണമേ എന്നുള്ളതാണ്. അള്ളാഹുവേ ഇതിൽ നീ ഞങ്ങളെ നിലനിർത്തി തരണമെന്നുള്ളത്. ദഅവത്തുഹു വദഅവത്തുഹും തൗഹീദ്. അവർക്ക് പ്രബോധനം ചെയ്യാനുള്ളത്, അവരുടെ ദഅവത്തിന്റെ മുന്നിലും പിന്നിലും അതിന്റെ ഇടയിലും അവർക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ്. തൗഹീദുല്ലാഹിയിലേക്കാണ്. വഹദിയുഹും അസ്സുനൻ. അവർക്കുള്ള മാർഗം ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്, അവർ സ്വീകരിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും ചര്യകളാണ്. വത്വരീഖത്തുഹും വത്വരീഖുഹും അൽ ഇത്തിബാ. അവരുടെ വഴി അള്ളാഹുവിന്റെ റസൂലിനെ, അവിടുത്തെ അനുചരന്മാരെ പിൻപറ്റുക എന്നുള്ളതാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുക എന്നുള്ളതല്ല. ഫലാ സനാഉൻ നാസി യഗുറുഹും. ആളുകൾ പുകഴ്ത്തി എന്ന് കരുതിയിട്ട് സലഫികൾ വഞ്ചിതരാകൂല. വലാ ദമ്മുഹും യുഗിമ്മുഹും. ആളുകൾ കുറ്റപ്പെടുത്തി എന്ന് കരുതിയിട്ട് മനസ്സിലൊരു ടെൻഷനും ഇല്ല, തന്നെ ഒരു വിഷമം ഉണ്ടാകൂല സലഫികൾക്ക്. അള്ളാഹുവിന് നമ്മോട് എന്തായിരിക്കും, അത് മാത്രമാണ് ചിന്ത. ലാ യളുറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും. സലഫികളോട് ആരെങ്കിലും എതിരായി അവർക്കൊരു ഉപദ്രവവുമില്ല. അവർക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് സഹായിക്കാതെ ആരെങ്കിലും അവരെ കൈയൊഴിഞ്ഞു ഒരു പ്രയാസവുമില്ല. ഹത്താ യഅതിയ അംറുല്ലാഹി വഹും അലാ ദാലിക്. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ, മരണം വരുന്നതുവരെ, ഖിയാമത്ത് നാൾ വരുന്നതുവരെ സലഫികൾ ആ മൻഹജിൽ കൃത്യമായി മുന്നോട്ട് പോകും. ഫലില്ലാഹി മാ അഅളമ ദഅവതഹും. ഈ പറയുന്ന സലഫി ദഅവത്ത് ഇത്ര മഹത്തമാക്കിയത് അള്ളാഹുവിനാണ് സ്തുതി. അതിൽ നമ്മൾ അത്ഭുതം കൂറുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ മൻഹജ് പഠിക്കാനും ഇതിൽ മുന്നേറാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണ് സലഫിയത്ത്, എന്തുകൊണ്ട് സലഫിയായി എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് ചെറിയ നിലക്ക് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്താണ് സലഫിയത്ത്? സ്വാഭാവികമായിട്ടും നമ്മളത് അറിയേണ്ടതുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട്. അത് എന്താണ് എന്നുള്ളത് ചെറിയ നിലക്ക് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. എനിക്ക് അപേക്ഷിക്കാനുള്ളത്, പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും തഹിയ്യത്ത് 2 റക്അത്ത് നിസ്കരിച്ചേ ഇരിക്കാൻ പാടുള്ളൂ. അതാണ് അതിന്റെ മര്യാദ, അതാണ് അതിന്റെ നിയമവും. സലഫിയത്ത് എന്ന് പറയുന്ന ഈ സലഫ് എന്ന് പറയുന്ന ആ വാക്ക് ഭാഷാ അർത്ഥത്തിൽ സീന്, ലാമ്, ഫ ഈ 3 അക്ഷരങ്ങൾ കൂടി ഒരുമിച്ച് കൂടിയൊരു വാക്ക്. ഭാഷയിൽ അതിന്റെ അർത്ഥം അൽ മുത്തഖദ്ദിമു അസ്സാബിഖു എന്നുള്ളത്, മുൻകടന്നത്, നമ്മുടെ മുന്നിൽ കടന്നു പോയത്. പ്രായം കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഒക്കെ നമ്മുടെ മുന്നിൽ കടന്നു പോയതിനാണ് നമ്മൾ മുൻകടന്നത് എന്നുള്ള അർത്ഥത്തിൽ സലഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ആയത്തുകളിലൊക്കെ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുഖ്റുഫിൽ പറഞ്ഞ ആയത്തിൽ ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ. ഫജഅൽനാഹും സലഫൻ, നാം അവരെ മുൻഗാമികളാക്കി, ശേഷം വരുന്ന ആളുകളുടെ മുന്നിൽ കടന്നുപോയ ആളുകളാക്കി. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് വിശദീകരിച്ച സമയത്ത് പറഞ്ഞു, അസ്സലഫു മൻ തഖദ്ദമ മിനൽ ആബാ. പിതാക്കൾ, മാതാപിതാക്കൾ, അതുള്ള മറ്റുള്ള ആളുകളും നമ്മുടെ മുന്നിൽ കടന്നുപോയ ആളുകൾ, അവർക്കാണ് ഭാഷാ അർത്ഥത്തിൽ സലഫ് എന്ന് പറയാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരോട് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി, മുസ്ലിം പോലത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്. ആ പറഞ്ഞതിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്നു, ഫത്തഖില്ലാഹ വസ്ബിരി, മോളെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ക്ഷമിക്കണം. വാപ്പ മരിച്ച് പിരിഞ്ഞു പോകും, മരണം അടുത്തിട്ടുണ്ട് എന്നുള്ള ആ വാക്ക് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയും ചെയ്തിരുന്നു. അവിടെ പറഞ്ഞു, ഫത്തഖില്ലാഹ വസ്ബിരി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ക്ഷമിക്കണം. ഫഇന്നഹു നിഅമസ്സലഫു അനലക്കി, ഫഇന്നഹു നിഅമസ്സലഫു അനലക്കി, നിശ്ചയം ഞാൻ നിനക്കുള്ള മുൻഗാമിയാണ് എന്ന് പറഞ്ഞു. ഹാഫിദുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ പറഞ്ഞ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഫഇന്നഹു നിഅമസ്സലഫു അനലക്കി എന്ന് പറഞ്ഞാൽ അസ്സലഫുൽ മുതഖദ്ദിം, നിന്റെ മുന്നിൽ പോകുന്ന ആളാണ് ഞാൻ. അന മുതഖദ്ദിമുൻ ഖുദ്ദാമകി ഫതരിദീന അലയ്യ, ഞാൻ നിന്റെ മുന്നിൽ പോവുകയാണ്. മഹ്ശറയിൽ ഹൗദിന്റെ അടുത്തേക്ക് നീ എൻ്റെ അടുത്ത് വരും, ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ നിലക്ക്. അപ്പൊ ചുരുക്കത്തിൽ ഭാഷാ അർത്ഥത്തിൽ സലഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ പോയ ആളുകൾ, മുൻകടന്ന ആളുകൾ എന്നുള്ളത്. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സലഫികൾ, സലഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു, ഭാഷാർത്ഥത്തിൽ സലഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ പോയ ആരാണെങ്കിൽ, നല്ലവരി എന്നോ ചീത്ത എന്നോ ഒന്നുമില്ല, നമ്മുടെ മുന്നിൽ കടന്നുപോയ ആളുകൾക്ക് മുഴുവൻ സലഫ് എന്ന് പറയും. സലഫ് എന്ന് പറയും. സാലിഫി എന്ന് പറയുന്നതിന്റെ ബഹുവചനവുമാണ് സലഫ് എന്ന് പറയുന്നത്, മുൻ കടന്നു പോയവർ. അതിന്റെ ഭാഷാ അർത്ഥം ഏകദേശം അങ്ങനെയാണ്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സലഫ് എന്ന് പറഞ്ഞാൽ, ദീനുൽ ഇസ്ലാമിൽ സലഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അസ്സലഫു ഹും അഹ്ലുൽ ഖുറൂനി സലാസത്തിൽ ലദീന ഷഹിദ ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖൈരിയ്യ. ദീനുൽ ഇസ്ലാമിൽ സലഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് ഉത്തമരാണ് എന്ന് സാക്ഷ്യം വഹിച്ച് പുകഴ്ത്തി പറഞ്ഞ് നമ്മുടെ മുന്നിൽ കടന്നുപോയ ആളുകൾ, മുൻകടന്നുപോയ ആളുകളാണ്. പക്ഷേ അതിൽപ്പെട്ട ഉത്തമരായ 3 നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് അവർ ഉത്തമരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബുഖാരി, മുസ്ലിം, മറ്റുള്ള മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത്, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, മനുഷ്യരെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്റെ തലമുറയിലുള്ളവർ, സഹാബത്താണ് ഉദ്ദേശം. പിന്നെ അവരോടടുത്ത ഒരു താബിഈങ്ങൾ, പിന്നെ അവരോടടുത്ത താബികൾ. ഈ 3 നൂറ്റാണ്ടിലുള്ള നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഈ ആളുകളെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് ഉത്തമരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ സലഫ് എന്ന് പറഞ്ഞ അസ്സലഫു, അതല്ലെങ്കിൽ അസ്സലഫ് എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന 3 നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ഉത്തമരായ ആളുകൾ. ആ നൂറ്റാണ്ട് മാത്രം പോരാ, ആ കാലം മാത്രം പോരാ. സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ, അവർ ജീവിച്ച കാലത്ത് തന്നെ മുശ്രിക്കീങ്ങളായ അബൂജഹലും അബൂലഹബും അബൂ താലിബും കുഫാറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുനാഫിക്കീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജൂതന്മാരുണ്ടായിട്ടുണ്ട്. അവരല്ല. അതേപോലെ തന്നെ മറ്റുള്ള ഖദരികളായ ആളുകൾ, വിശ്വാസത്തിൽ വ്യതിചലിച്ച പല ആളുകളുണ്ടായിട്ടുണ്ട്. അവരൊന്നും സലഫികളല്ല, ഉത്തമരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് വിശേഷിപ്പിച്ച ആ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ അഥവാ സഹാബികൾ. അപ്പൊ സലഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനത്തുള്ള ആളുകൾ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ താബിഈങ്ങൾ, അതേപോലെ തന്നെ അത്ബാഉ താബിഈങ്ങൾ. ഈ പറയുന്ന 3 വിഭാഗം ആളുകൾ. ഇതാണ് ദീനുൽ ഇസ്ലാമിൽ അസ്സലഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരിലേക്ക് ചേർക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് സലഫി എന്ന് പറയുന്നത്. സലഫി. അപ്പൊ മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ ഈ ഉത്തമരായ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ സ്വീകരിച്ച മാർഗം പിന്തുടർന്നു പോകുന്ന ആളുകൾ. ഉത്തമരായ ഈ നൂറ്റാണ്ടിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമരാണ് എന്ന് പറഞ്ഞ ഇവർ സ്വീകരിച്ച മാർഗം കൃത്യമായി പിന്തുടർന്നു പോകുന്ന ആളുകൾ. ആ ആളുകൾക്ക് സലഫികൾ എന്ന് പറയും. ആ മാർഗത്തിന് അൽ മൻഹജു സലഫി എന്ന് പറയും. ആ മാർഗത്തിന് അൽ മൻഹജു സലഫി എന്ന് പറയും. അസ്സലഫിയ്യത്തു നിസ്ബത്തുൻ ഇല സലഫ്. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സലഫിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സലഫുകളിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അത് അറബിയിലുള്ള പ്രയോഗമാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെക്കുറിച്ച് ഹിന്ദി എന്ന് പറയും, സൗദിയിലുള്ള ആളുകൾക്ക് സൗദി എന്ന് പറയും, സൗദിയിലുള്ള ഓരോ കാര്യങ്ങൾ സഊദിയ എന്ന് പറയും, ഹിന്ദിയ എന്ന് പറയും, ഹിന്ദിയിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ. എന്നതുപോലെ
മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസ്സലഫിയ്യത്തി എന്ന് പറയുന്ന മുൻഗാമികളായ ഉത്തമരായ ഈ ആളുകൾ ദീനുൽ ഇസ്ലാമിനെ എങ്ങനെ മനസ്സിലാക്കി, വിശ്വാസപരമായിട്ടും ആരാധനാപരമായിട്ടും അതിൻ്റെ ഇടപാടുകളിൽ, സ്വഭാവങ്ങളിൽ, മര്യാദകളിൽ, ദഅവത്തിൽ, ഇൽമ് പഠിക്കുന്ന വിഷയത്തിൽ, പഠിപ്പിക്കുന്ന വിഷയത്തിൽ, ഇതിലൊക്കെ അവർ എന്ത് ചെയ്തു, എങ്ങനെ പോയി, ആ മാർഗം കൃത്യമായി പിന്തുടർന്ന ആളുകൾ അവർക്ക് സലഫികൾ എന്ന് പറയും. ആ മാർഗത്തിന് അൽ മൻഹജുസ് സലഫി എന്ന് പറയും. അള്ളാഹുവിന്റെ റസൂല് അവർ ഉത്തമരാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിലും മറ്റുള്ള ആയാത്തുകളിലും ഹദീസുകളിൽ കൂടെ ഇത് വിശദീകരിച്ചത് കൊണ്ടാണ് അത് പറയുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുൻ കടന്നുപോയ ആളുകൾ, നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയി. മുഹാജിരീങ്ങൾ, അൻസാറുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ രണ്ട് വിഭാഗമായിരുന്ന ഹിജറ ചെന്ന് മദീനയിൽ കൂടിയവരും ആ മദീനയിൽ സ്ഥിരമായിട്ട് മുമ്പ് ഉണ്ടായിരുന്ന സഹായികളായി നിന്ന അൻസാരികൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല നിലക്ക് അവരോട് പിന്തുടർന്നവർ. നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അവർ ദീനുൽ ഇസ്ലാമിനെ എങ്ങനെ മനസ്സിലാക്കിയോ പഠിച്ചോ അതേപോലെ കൃത്യമായി വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ഇടപാടുകളുടെയും സ്വഭാവത്തിന്റെയും മര്യാദയുടെയും ഇൽമു പഠിക്കുന്നതിന്റെയും പഠിപ്പിക്കുന്നതിന്റെയും പ്രബോധനത്തിന്റെയും ഓരോ വിഷയങ്ങളിൽ അവർ എങ്ങനെ ഈ പറയുന്ന ദീനുൽ ഇസ്ലാം സ്വീകരിച്ചുവോ അതുപോലെ അത് കൃത്യമായി പാലിക്കുന്ന അവരോട് പിന്തുടർന്ന ആളുകൾ. റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹുവിനെ കുറിച്ച് അവർ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിൽ കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങൾ അള്ളാഹു അവർക്ക് ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദൻ, അവർ കാലാകാലം അതിൽ താമസിക്കും. ദാരിക്കൽ ഫൗസുൽ അദീം, ഈ പറയുന്ന ആയത്തിൽ ഈ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുകയും അവർക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചു എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്ത ആയത്ത്. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് കേട്ട ഖൈറുന്നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആ ഹദീസിൽ പറഞ്ഞ 3 തലമുറയുള്ള ആളുകൾ. മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഖാലത്ത് സഅല റജുലൻ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായത് ആരാണ്? അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഖർനുല്ലദീ അനഫി, ഞാൻ ഏതൊരു തലമുറയിലാണോ ആ തലമുറ. സുമ്മസാനി സുമ്മസാലിസ്, പിന്നെ രണ്ടാമത്തതും അതിന്റെ ശേഷമുള്ള മൂന്നാമത്തതും ഇവരാണ് എന്ന് പറഞ്ഞു. ഈ ആയത്തും ഈ പറയുന്ന ഹദീസും ആ പറയുന്ന തലമുറകളിലുള്ള ആളുകൾ, ഈ പറയുന്ന വിശേഷണമുള്ള ആളുകൾ ഉത്തമരാണ് എന്ന് പറയുകയും അവരാണ് നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയ ഉത്തമരായ തലമുറയും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉത്തമരല്ലാതെ ദുഷിച്ച് നശിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ അതേപോലെ തന്നെ മൻഹജിയായ കാര്യങ്ങളിൽ വഴിപയച്ചു പോയ ആളുകൾ ആ തലമുറയിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവരല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബൂ താലിബിനെ പോലത്തെ, അബൂജഹലിനെ പോലത്തെ, അബൂലഹബിനെ പോലത്തെ മുശ്രിക്കീങ്ങളായ ആളുകൾ, അതേപോലെ തന്നെ ഖദറിന്റെ നിഷേധികളായിരുന്ന ഖദരികൾ എന്ന് പറയുന്ന ആളുകൾ സഹാബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഖവാരിജുകൾ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിലെ ഭരണാധികാരികളും മുസ്ലിമീങ്ങളും കുഫാറുകളാണ് എന്ന് പറയുന്ന ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹു പോലത്തെ സഹാബികൾ പ്രമുഖരുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. റാഫിളികൾ എന്ന് പറയുന്ന സഹാബികൾ ബഹുഭൂരിഭാഗവും കുഫാറുകളാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിയാണ്, വേശ്യയാണ് എന്ന് പറയുന്ന റാഫിളികളായ ഷിയാക്കൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അഹ്ലുബൈത്തിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലത്തെയും കുടുംബത്തിനെയും ആക്രമിച്ച് കൊന്ന നവാസിബുകൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനെ വെറുത്ത് അവരോട് ദുൽമ ചെയ്ത ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്നവരല്ല, നല്ല നിലക്ക് അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പോയ ആ തലമുറയിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് സലഫുകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്, ഉപയോഗിക്കപ്പെടുന്നത്. അവരാണ് അസ്സലഫ് എന്ന് പറഞ്ഞ ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞു. അവർ സ്വീകരിച്ച മൻഹജ് മാർഗം വഴി, അതിനാണ് മൻഹജു സലഫ് എന്ന് പറയും. അതിലേക്ക് ചേർത്ത് അതിനോട് പിന്തുടർന്ന് അതേപോലെ ജീവിച്ച് മുന്നേറുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്കാണ് സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും പറയപ്പെടുന്നതും. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്. സഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിന്റെ മുഖവുരയിൽ പറഞ്ഞ ഒരു സംഭവം അസർ അലി ഇബ്നു ഷഖീഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, قال سمعت عبد الله بن المبارك رحمه الله يقول على رؤوس الناس, ആളുകൾ ഒരുമിച്ച് കൂടിയ വലിയൊരു സദസ്സിൽ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഞാൻ കേട്ടു.
ദഉ ഹദീസ അംർ ഇബ്നു സാബിത്ത്, അംർ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ഹദീസ് നിങ്ങൾ സ്വീകരിക്കരുത്, അത് ഒഴിവാക്കണം. ഫഇന്നഹു കാന യശ്തുമു സലഫ്, കാരണം അവൻ സലഫുകളെ ചീത്ത പറയുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞു സലഫുകൾ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും മുന്നിൽ ഒന്നാമതായി നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്. അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ പറയുന്ന അംർ ഇബ്നു സാബിത്തിന്റെ ഹദീസ് നിങ്ങൾ സ്വീകരിക്കരുത്, അവൻ സലഫുകളെ ചീത്ത പറയുന്ന ആളായിരുന്നു. ആ പറയുന്നവര് സലഫു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്. അപ്പൊ ഏറ്റവും ആദ്യം സലഫ് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, അതിന്റെ ശേഷം താബിഈങ്ങൾ, അതിന്റെ ശേഷം താബിഉ താബിഈങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഉസൂലുസ്സുന്ന എന്ന് പറയുന്ന മഹത്തായ പ്രസിദ്ധമായ ആ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഉസൂലുസ്സുന്നത്തി ഇൻദന, നമ്മുടെ അടുത്ത് സുന്നത്തിന്റെ അടിസ്ഥാനങ്ങൾ, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ ഇഖ്തിദാഉ ബിഹിം. സുന്നിയാണ് ഒരാൾ സുന്നിയാണ്, അവൻ സുന്നത്തിന്റെ വക്താവാണ്, സലഫിയാണ്. നമ്മൾ ശേഷം പറയുന്നുണ്ട് സലഫി, സുന്നി, അസരി, ഈ പറയുന്ന പേരുകളൊക്കെ ഈ പറയുന്ന ഒരൊറ്റ വിഭാഗത്തിന്, ഈ മൻഹജിന് പറയപ്പെടുന്ന പേരുകളാണ്. ഉസൂലു സുന്നത്തി ഇൻദന, സുന്നത്തിന്റെ അസ്ലുകൾ, അടിസ്ഥാനം നമ്മുടെ അടുത്ത് അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഏതൊരു മാർഗത്തിലായിരുന്നോ ആ പറയുന്ന സഹാബത്തിന്റെ ആ മാർഗം മുറുകെ പിടിക്കുക, അതാണ് നമ്മളടുത്ത് ഉസൂലു സുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനമാണ്. ഒരാളെ സുന്നി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് സ്വീകരിച്ച മാർഗം കൃത്യമായി അവൻ പാലിക്കുന്നവനായിരിക്കണം, അത് സ്വീകരിക്കുന്നവനായിരിക്കണം. അപ്പോഴേ സുന്നിയാകുള്ളൂ, സുന്നത്തിന്റെ വക്താവാകുള്ളൂ. വൽ ഇഖ്തിദാഉ ബിഹിം, അവരോട് പിന്തുടരുകയും ചെയ്യുക. ഇമാം ഇബ്നു അല്ലാമ സഫാരിനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ലവാമിഉൽ അൻവാർ എന്ന് പറയുന്ന പ്രസിദ്ധമായ കിതാബിൽ പറഞ്ഞു, അൽ മുറാദ് ബി മദ്ഹബി സലഫ്, സലഫി മദ്ഹബ്, സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം മാ കാന അലൈഹി സഹാബത്തുൽ കിറാം, ബഹുമാനിയരായ ആദരണീയരായ സഹാബികൾ ഏതൊരു മാർഗത്തിലായിരുന്നോ അതാണ്. വഅയാനു താബിഈന ലഹും ബിഇഹ്സാൻ, നല്ല നിലക്ക് അവരോട് പിന്തുടർന്ന താബിഈങ്ങളുടെ പ്രമുഖരും, വഅത്ബാഉഹും വഅഇമ്മത്തുദ്ദീനി, അതേപോലെ തന്നെ അവരോട് പിന്തുടർന്നവർ, ദീനിൽ മുൻകഴിഞ്ഞു പോയ ഇമാമുകൾ, മിമ്മൻ ഷുഹിദ ലഹു ബിൽ ഇമാമത്തി, ദീനുൽ ഇസ്ലാമിൽ നേതൃത്വം കൊണ്ട് അറിയപ്പെട്ടവർ, 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബ്ദുല്ലാഹി മുബാറക് പോലത്തെ അറിയപ്പെട്ട ഇമാമുകൾ. വഅരിഫ ഇളമു ശഅനിഹി ഫിദ്ദീൻ, ദീനിൽ അവരുടെ ബഹുമാനും ആദരവും അറിയപ്പെട്ടവർ. വതലഖന്നാസു കലാമഹും ഖലഫൻ അൻ സലഫ്, ശേഷം വരുന്ന ആളുകൾ മുൻഗാമികളിൽ നിന്ന് ഇവർ നമ്മുടെ ഇമാമുകളാണ്, ഇവരെ നമുക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ആളുകൾ സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത ആളുകൾ എന്നല്ലാതെ ബിദ്അത്ത് കൊണ്ടോ അതല്ലെങ്കിൽ സ്വീകാര്യോഗ്യമല്ലാത്ത ഖവാരിജുകൾ, റാഫിളികൾ, ഖദരികൾ, ഇർജാഇന്റെ, ജബരിയത്തിന്റെ, ജഹമിയത്ത്, ഇങ്ങനത്തെ വഴിപയച്ച ആളുകൾ മുൻകഴിഞ്ഞു പോയി എന്ന് കരുതി അവർ ഈ പറയുന്ന സലഫി മൻഹജിലുള്ള ആരുമല്ല, അവരെ നമുക്ക് സ്വീകരിക്കാനും പറ്റൂല. അപ്പോൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോകണം, അവരുത്തമരാവണം. അള്ളാഹുവിന്റെ റസൂൽ ഉത്തമരാണ് എന്ന് പറഞ്ഞ ആ നൂറ്റാണ്ടിൽ ജീവിച്ച ഈ പറയുന്ന 2-3 തലമുറയിൽപ്പെട്ട ആളുകൾ. അല്ലാമ മുഹമ്മദ് അമാനുൽ ജാമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ അസ്സിഫാത്തുൽ ഇലാഹിയത്തി ഫീ ലൗഇൽ കിതാബി വസുന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇൻദമാ തുത്ലഖു കലിമത്തുസ് സലഫ്, സലഫി എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ഇന്നമാ നഅനി ബിഹാ മിനൻ നാഹിയത്തിൽ ഇസ്തിലാഹിയ, ദീനുൽ ഇസ്ലാമിന്റെ സാങ്കേതികമായ വശത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഏറ്റവും ആദ്യമായിട്ട്, അല്ലദീന ഹളറു അസ്റഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അവർ ജീവിച്ചവരാണ്, ഹാജറായി. ഫഅഖദൂ മിൻഹു ഹാദദ്ദീന, ഈ ദീനുൽ ഇസ്ലാം റസൂലിൽ നിന്നാണ് അവർ സ്വീകരിച്ചത്, മുബാശറത്തൻ, നേർക്ക് നേരെ, ഇടയിൽ വേറെ ആരുമില്ലാതെ. ഗല്ലൻ തരിയൻ, ഏറ്റവും അത് അള്ളാഹു ഇറക്കിക്കൊടുത്ത അതേ ആ ഒരു ഫ്രഷ്നെസ്സിൽ, അതിന്റെ ഏറ്റവും ഉത്തമമായ പൂർണ്ണമായ ആ രൂപത്തിൽ, ഫീ ഉസൂലിഹി വ ഫുറൂഇഹി, വിശ്വാസപരമായ അതിന്റെ മറ്റുള്ള ആരാധനാപരമായ എല്ലാ കാര്യങ്ങളിലും. കമാ യദ്ഖുലു ഫീ ഹാദൽ ഇസ്തിലാഹി, ഈ സഹാബത്തിന്റെ ശേഷം ഈ പറയുന്ന സാങ്കേതികമായ പര്യായത്തിൽ പ്രവേശിക്കുന്നത് അത്താബിഊന ലഹും, അവരോട് പിന്തുടർന്ന താബിഈങ്ങൾ. വലിതു ഇൽമഹും ഖബല അൻ യതൂല അലൈഹി, ഒരുപാട് കാലം കഴിയുന്നതിന്റെ മുമ്പ് സഹാബികളിൽ നിന്ന് നേർക്ക് നേരെ സ്വീകരിച്ചു. വല്ലദീന ശമിലതുഹും ഷഹാദത്തുർ റസൂലി ലഹും വസനാഉഹു അലൈഹിം ബിഅന്നഹും ഖൈറുൻ നാസ്, അല്ലാഹുവിന്റെ റസൂല് അവർക്ക് സാക്ഷ്യപത്രം നൽകുകയും അവരെ പുകഴ്ത്തുകയും ചെയ്തു, അവർ ഏറ്റവും ഉത്തമരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് നമ്മൾ സലഫിയത്ത്, സലഫികൾ എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ ആ സലഫികൾ എന്ന് പറഞ്ഞാൽ ആരാണ്, സലഫിയത്ത് എന്താണ്, മൻഹജു സലഫി എന്താണ് എന്നുള്ളത് ഈ പറയുന്ന അഖ്വാലുകളിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഈ വാക്കുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാമ അമാനുൽ ജാമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വയത്തളിഹു മിമ്മാ തഖദ്ദം, മുമ്പ് വിവരിച്ചതിൽ നിന്ന് കൃത്യമായി നമുക്ക് വെളിവാകുന്നു, അന്ന മദ്ലൂല സലഫിയത്തി അസ്ബഹ ഇസ്തിലാഹൻ യുത്ലഖു അല ത്വരീഖത്തി റഈലിൽ അവ്വൽ, ഏറ്റവും ആദ്യത്തെ തലമുറ അഥവാ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ യഖ്തദൂന ബിഹിം, അവരോട് പിന്തുടർന്ന ആളുകൾ, ഫീ തലഖിൽ ഇൽമി, ഇൽമു സ്വീകരിക്കുന്ന വിഷയത്തിൽ, വത്വരീഖത്തി ഫഹ്മിഹി, അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ, വബിതബിഅത്തി ദഅവതി ഇലൈഹി, അതിലേക്ക് എങ്ങനെ പ്രബോധനം ചെയ്യണം അതിന്റെ വിഷയത്തിൽ, ഫലം യഅദു മഹ്സൂറൻ ബിദൗരിൻ താരീഖിയ്യിൻ മുഅയ്യൻ. ചുരുക്കത്തിൽ ആ പറയുന്നവരെ പിന്തുടർന്ന് പോകുന്ന ആളുകൾ ഏത് നാട്ടിലാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും അവരൊക്കെ സലഫികളാണ്. അവർ സ്വീകരിച്ച മൻഹജ് സലഫി മൻഹജുമാണ്. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം അത് കൃത്യമായി നമുക്ക് നൽകുന്നു. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി മൻസൂരീന അലൽ ഹഖ്, ഒരു വിഭാഗം ആളുകൾ സത്യത്തിന്റെ മേൽ വിജയിച്ചവരായി, ഉയർന്നു നിൽക്കുന്നവരായി, മികച്ചു നിൽക്കുന്നവരായി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ലാ യദുർറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും, അവരോട് എതിരായി ആരെങ്കിലും, അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്ത ആരെങ്കിലും അത് അവരെ ബാധിക്കുകയേയില്ല, അതവരെ അപകടപ്പെടുത്തുകയുമില്ല. ഷെയ്ഖ് അബ്ദുൽ ബുഖാരി ഹഫിളഹുള്ള ഈ പറയുന്ന കാര്യങ്ങൾ പലതും വിശദീകരിച്ചുകൊണ്ട് പറയാണ്, നമുക്ക് കൃത്യമായി അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ നമ്മൾ സലഫികൾ എന്ന് പറഞ്ഞാൽ ഹുമുസ് സ്വഹാബത്തു വത്താബിഊൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, സഹാബികൾ, താബിഈങ്ങൾ, അവരെ നല്ല നിലക്ക് ഖിയാമത്ത് നാൾ വരെ പിന്തുടർന്ന് അവരുടെ ആ വഴിയിൽ സഞ്ചരിച്ച് അത് ദീനായി സ്വീകരിച്ച ആളുകൾ, ചുരുക്കത്തിൽ അവരാണ് സലഫികൾ. ആ പറയുന്ന മൻഹജിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് സലഫികൾ. സലഫി എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റ് പല പേരുകളിലും ഈ മാർഗം പിന്തുടർന്നു പോകുന്ന ആളുകളെ അറിയപ്പെട്ടത് ചരിത്രത്തിൽ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. മറ്റ് പല പേരുകളുണ്ട്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ, അൽ ഫിർഖത്തുൻ നാജിയ, അത്വായിഫത്തുൽ മൻസൂറ, അൽ ഖുറബാ, ഇങ്ങനത്തെ പല പേരുകളുണ്ട്. പേരുകൾ വിഭിന്നമാണെങ്കിലും ആശയങ്ങളും അർത്ഥവും വ്യക്തികളും വക്താക്കളും ഒന്ന് തന്നെയാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയാണ്, ഇദാ ബലഗക അൻ റജുലിൻ ബിൽ മശ്രിഖി സാഹിബി സുന്ന, കിഴക്ക് ഭാഗത്ത്, ഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് സുന്നത്ത് പിൻപറ്റുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നീ കേട്ടു എന്ന് വെക്കുക. വആഖറു ബിൽ മഗ്രിബ്, മറ്റൊരാൾ സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറാണുള്ളത്. ഇത്രയും വിശാലമായ, ഇത്രയും വൈദൂരത്തിൽ രണ്ട് വ്യക്തികളെ കുറിച്ച് കേട്ടു എന്ന് വെക്കുക. ഫബഅസ് ഇലൈഹിമാ ബിസ്സലാം, അദ്ദേഹം ഇറാഖിലുള്ള ആളാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി ഇറാഖിൽ നിന്നാണ് പറയുന്നത്. ഒരാൾ കിഴക്കിലും ഒരാൾ പടിഞ്ഞാറുമാണ്. ഇത്ര വിശാലമായ വൈദൂരം അവരുടെ ഇടയിൽ ഉണ്ട് എങ്കിൽ, രണ്ടാളും സുന്നത്തിന്റെ ആളാണെങ്കിൽ അവർക്ക് നീ സലാം പറഞ്ഞയച്ചുകൊള്ളുക. വദ്ഉ ലഹുമ, അവർക്ക് വേണ്ടി നീ ദുആ ചെയ്യുകയും ചെയ്യുക. മാ അഖല്ല അഹ്ല സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എത്ര കുറവാണ്. അന്ന് തന്നെ ലോകത്ത് അത്രയും കുറവാണ്. കുഫറിന്റെയും ശിർക്കിന്റെയും ആളുകൾ, ബിദഅത്തിന്റെയും ഖുറാഫാത്തിന്റെയും ലലാലത്തിന്റെയും ആളുകൾ ലോകത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ഇത്ര കുറഞ്ഞവരാക്കിയത് എന്തൊന്നാണ് എന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഇമാമ് പറയാണ്. അദ്ദേഹം സുന്നത്തിന്റെ ആളുകൾ അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്തിന്റെ ആളുകൾ അവർ തന്നെയാണ് സലഫികൾ, സുന്നത്തിന്റെ ആളുകൾ അവർ തന്നെയാണ് അസരികൾ. ഇങ്ങനത്തെ പല പേരുകൾ അവർക്ക് ഈ പറയുന്ന ഇമാമുകളിൽ നിന്ന് വന്നത് നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഇസ്തിഖാമ എന്ന് പറയുന്ന കിതാബിൽ ഒരിക്കൽ പറഞ്ഞു, വൽ ബിദ്അത്തു മഖ്റൂനത്തുൻ ബിൽ ഫുർഖ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ സുന്നത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, എന്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം, അതാണ് സുന്നത്ത്. ജമാഅത്ത് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ ഈ സുന്നത്തിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ ഒത്തൊരുമിച്ച് കൂട്ടമായി പോയ ആളുകൾ, ആ പറയുന്ന സുന്നത്തിൽ ഒത്തൊരുമിച്ച് പോയ ആളുകൾ. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അവർ ധാരാളം ഉണ്ടായിരുന്നു, താബിഈങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ പറഞ്ഞു. ഇനി ഒരു കാലത്ത് ഒരു ദേശത്ത് ഒരു സ്ഥലത്ത് ഒരാൾ ഒറ്റക്കാണ്, അവൻ മാത്രമുള്ളൂ ഒരു രാജ്യത്ത്. അതല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തി മാത്രമുള്ളൂ, അവൻ ഈ സുന്നത്ത് കൃത്യമായി പിന്തുടർന്നവനാണ്. ഈ പറയുന്ന സഹാബത്തുർ റസൂൽ, താബിഈങ്ങളുടെ മാർഗം പിന്തുടർന്നവനാണ്. പക്ഷെ ആ നാട്ടിൽ അവൻ ഒരാൾ മാത്രമുള്ളൂ. എന്നാൽ അവനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾ. അവനാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് എന്ന് പറയാൻ അർഹതപ്പെട്ട ആൾ അവനാണ്. ഈ പറയുന്ന നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ മുഴുവൻ വഴികേടിലാണെങ്കിലും അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന ഇവനാണ് യഥാർത്ഥ ജമാഅത്തിന്റെ ആൾ. അവന് ഇപ്പോൾ ഒരു പക്ഷേ ഒറ്റക്കാണെങ്കിലും
അവന്റെ മുന്നിൽ ഒരുപാട് ആളുകൾ സഞ്ചരിച്ച വഴിയിലാണ് അവനുള്ളത്. ഖിയാമത്ത് നാൾ വരെ ഒരുപാട് ആളുകൾ ആ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരൊറ്റപ്പെടലുണ്ടാവുകയില്ല. ഈ നാട്ടിൽ, ഈ ലോകത്ത്, ഈ കാലത്ത് ഒരുപക്ഷെ അവൻ ഒറ്റക്കാണ്, അവർ കുറവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൽ ബിദ്അത്തു മഖ്റൂനത്തുൻ ബിൽ ഫുർഖ, ബിദ്അത്ത് അനാചാരങ്ങൾ എപ്പോഴും അവിടെ ഛിദ്രതയുണ്ടാകുള്ളൂ, ഒത്തരമുണ്ടാകൂല. എല്ലാവർക്കും കൃത്യമായ ഒരു തെളിവും ഒരാശയവും ഒരാദർശം പറയാനും കഴിയൂല. എന്നാൽ കമാ അന്ന സുന്നത്ത മഖ്റൂനത്തുൻ ബിൽ ജമാഅ, സുന്നത്താണെങ്കിൽ അതിൽ ഈ ഒത്തൊരുമയും ആൾക്കൂട്ടത്തിന്റെ ഈ ഒരു ഭദ്രതയും ഉണ്ടാകും. സൗദി അറേബ്യയിലുള്ള ഒരു പണ്ഡിതനോടൊരു മസ്അല ചോദിച്ചാൽ അയാൾ പറയുന്ന അതിന്റെ തെളിവ് ഇന്ത്യയിലുള്ള ഏതെങ്കിലും മുക്കിലോ മൂലിലോ ഒരു സലഫിനോട് ചോദിച്ചാൽ അവനും പറയാനുള്ളത് തന്നെയായിരിക്കും. മശ്രിക്കിലുള്ള ഒരാളോട് ദീനിന്റെ കാര്യം ചോദിച്ച് അവൻ പിന്തുടർന്ന് അതിനെ അവൻ അവലംബിക്കുന്ന തെളിവ് രേഖ എന്താണെന്ന് ചോദിച്ചാൽ അതേ രേഖയായിരിക്കും പടിഞ്ഞാറ് പോയിട്ടുള്ള ഏതെങ്കിലും റഷ്യയിലോ മറ്റുള്ള രാജ്യങ്ങളിലോ സ്ഥലങ്ങളിലോ ചെന്നിട്ട് ഒരാളോട് തെളിവ് ചോദിക്കുകയാണെങ്കിൽ അവനും പറഞ്ഞു കൊടുക്കാനുണ്ടാകും. കൃത്യമായ തെളിവ്, ഒത്തൊരുമയുണ്ടാകും, ആ പറയുന്ന ജമാഅത്ത് ഉണ്ടാകും സുന്നത്താണെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ യുഖാലു അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. കമാ യുഖാലു അഹ്ലുൽ ബിദ്അത്തി വൽ ഫുർഖ, ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും ആളുകൾ എപ്പോഴും അവർ ഛിദ്രതയുടെയും പുതിയത് ഉണ്ടാക്കുന്നതിന്റെയും പിന്നിലായിരിക്കും. മറ്റൊരു സ്ഥലത്ത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലു സുന്നയെ പരിചയപ്പെടുത്തിക്കൊണ്ട്, ഹുമുൽ മുത്തമസ്സിഖൂന ബി കിതാബില്ലാഹി വ സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുന്ന എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും മുറുകെ പിടിക്കുന്നവരായിരിക്കും. ومتفق عليه السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان, മുൻഗാമികളായ സലഫുകൾ, സ്വഹാബത്തും താബിഈങ്ങളും അവർ ഏക അഭിപ്രായത്തിൽ ഒത്തൊരുമിച്ച കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവരായി ഖിയാമത്ത് നാൾ വരെ വരുന്ന സമയത്ത് ഇവർ ഈ ഒരു ഒത്തൊരുമയും ഈ ഒരുമിച്ചുകൂടലും ഈ ഒരുമയും അവരിലുണ്ടാകും സലഫികളാകുമ്പോൾ, സുന്നത്തിന്റെ ആളുകളാണെങ്കിൽ. മറ്റൊരു സ്ഥലത്ത് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, മദ്ഹബ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി ഖദീമുൻ മഅറൂഫുൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ് മദ്ഹബ് അത് പണ്ട് വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്. അതിന് അതുപോലത്തെ പഴക്കമുണ്ട്, പാരമ്പര്യമുണ്ട്, അത് അറിയപ്പെട്ടതാണ്. ഖബല അൻ യഖ്ലുഖല്ലാഹു അബാ ഹനീഫത വ മാലികൻ വ ശാഫിഇയ്യ വ അഹ്മദ്, ഈ നാല് മദ്ഹബിന്റെ ഇമാമികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ വന്നതാണ്, സഹാബത്തിന്റെ കാലം മുതൽ. ഫഇന്നഹു മദ്ഹബു സഹാബ, അത് സഹാബത്തിന്റെ മദ്ഹബ. തലഖൗഹു അൻ നബിയിഹിം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നാണ് അവർ സ്വീകരിച്ചത്. വമൻ ഖാലഫ ദാലിക കാന മുബ്തദിഅൻ ഇൻദ അഹ്ലി സുന്ന, ആ പറയുന്ന സഹാബത്തിന്റെ മൻഹജിൽ നിന്ന് വിരുദ്ധമായവൻ ആരാണെങ്കിലും അവനാണ് യഥാർത്ഥ ബിദ്അത്തിന്റെ ആൾ, അവനാണ് യഥാർത്ഥ ബിദ്അത്തിന്റെയും ദലാലത്തിന്റെയും ഛിദ്രതയുടെയും ആൾ അവരായിരിക്കും. ഏത് പാരമ്പര്യം അവർ അവകാശപ്പെട്ടാലും ആരെ അവർ പറഞ്ഞ് വഞ്ചിച്ചാലും. അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ എന്ന പേരിലും ഈ പറയുന്നവർ അറിയപ്പെട്ടിട്ടുണ്ട്. അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫത്താവയിൽ പറഞ്ഞു, മദ്ഹബുസ് സലഫി അഹ്ലുൽ ഹദീസ്, മദ്ഹബുസ് സലഫി അഹ്ലുൽ ഹദീസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്, സഹാബത്തിൽ നിന്ന് വന്ന അസറിന് ഇവർ പ്രാധാന്യം കൊടുക്കും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ള ആരും, ഏത് കക്ഷികളും ഏത് വിഭാഗങ്ങളും ഹദീസിന് പ്രാധാന്യം കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, ഹദീസ് എങ്ങാനും അവർ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ അവർ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന അവരുടെ പേച്ചവാദഗതികൾക്ക് വിരുദ്ധമായിരിക്കും. ആളുകൾ അവരുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഖുർആനിനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പല നിലക്കും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അതിനെ പല വഴികളിൽ കൂടെ ആളുകൾക്ക് കൊണ്ടുപോകാൻ കഴിയും. ഖവാരിജുകളുടെ മുന്നിലേക്ക് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയെ പറഞ്ഞയക്കുന്ന സമയത്ത് പറഞ്ഞു, നാദിറുഹും ബിസ്സുന്ന, അവരോട് ഹദീസ് പറഞ്ഞുകൊണ്ടാണ് നീ അവരോട് മുനാദറ നടത്തേണ്ടത്. ഖുർആൻ കൊണ്ട് അവരോട് മുനാദറക്ക് പോയാൽ, തെളിവ് കൊടുക്കാൻ പോയാൽ, ഖുർആനിൽ ലഹു വുജൂഹ്, അതിന് പല വഴികളുണ്ടാകും, തോന്നുന്നവർക്കൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷെ ഹദീസ് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരു മുസ്ലിമിന്റെ മുന്നിൽ ഒരു വഴി പേച്ച കക്ഷികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയൂല. അവരുടെ തെറ്റായ വാദഗതികൾ അവർക്ക് നിരത്തി വിജയിച്ച് മുന്നോട്ട് പോകാനും കഴിയൂല. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, നമ്മുടെ നാട്ടിൽ തന്നെ ദഅവത്തിന്റെയും ദീനിന്റെയും മേഖലയിലുള്ള ഓരോ കക്ഷികളെ നിങ്ങൾ പരിശോധിച്ച് നോക്കി, കൃത്യമായ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ സനദനുസരിച്ച് സനദ് നോക്കി കൃത്യമായി പറയാൻ ഈ പറഞ്ഞ ഒരു കക്ഷികളും പ്രാപ്തരാവുകയില്ല. അവർക്കതിന് കഴിയൂല. അവരെ പിടിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും ഹദീസുകൾ, ഈ അസറുകൾ വെച്ചുകൊണ്ടാണ് താൻ. മദ്ഹബു സലഫി അഹ്ലിൽ ഹദീസ് എന്നുകൊണ്ട് പേര് പറഞ്ഞു. വസ്സുന്നത്തി വൽ ജമാഅ, ثم ساق مذهبهم فسماهم بأهل الحديث والسنة والجماعة, ഈ പേരിൽ അവരെ വിശേഷിപ്പിച്ചു. ഇമാം അബൂ ഹാത്തിമുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മിൻ അലാമാത്തി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളുടെ അടയാളങ്ങൾ അൽ വഖീഅത്തു ഫി അഹ്ലിൽ അസർ, അസറിന്റെ, അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും അസറുകൾ പിന്തുടരുന്ന ആളുകളെ ആക്ഷേപിക്കുക, വിമർശിക്കുക എന്നുള്ളതാണ് അവരെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവ്. ഹദീസിന്റെ ആളുകൾ, സലഫികൾ, സുന്നികൾ, ഇവർ ഹദീസിനെയും
അതേപോലെ തന്നെ മുൻഗാമികളായ ഈ സലഫുകളുടെ അസറുകളെയും അത് പരിഗണിക്കും, അത് തെളിവായിട്ടെടുക്കും, അതനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ ഇവരെ വിമർശിക്കും ഈ വലാലത്തിന്റെ വിദേഹത്തിന്റെ ആളുകൾ. നിങ്ങൾക്കറിയാം തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളുടെ ഏറ്റവും വലിയ ഒരു ശത്രു ഇന്ന് ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ നാസിറുദ്ദീൻ അൽബാനിയാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളായിട്ടും ബന്ധപ്പെട്ട് സംസാരിച്ച ആളുകൾക്കറിയാം ഇന്ന് അവർക്ക് ഏറ്റവും വലിയൊരു ശത്രു നാസിറുദ്ദീൻ അൽബാനി. അവരുടെ ദാവത്തിന്റെ ഏറ്റവും മുന്നിലുള്ള പല ആളുകളും നാസിറുദ്ദീൻ അൽബാനിയെ വിമർശിക്കുന്ന ഒരു പുസ്തകത്തിന്റെ കച്ചവടക്കാരനായിട്ടാണ്. കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ദിമിഷ്ക് പോലത്തെ സ്ഥലങ്ങളിലുള്ള വലിയ വലിയ ഗ്രന്ഥാലയങ്ങളിൽ പൊടി മൂടിക്കിടക്കുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹം ചെന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇന്നത് സഹീഹാണ്, ഇന്നത് ലഈഫാണ്, ഇത് റിപ്പോർട്ട് ചെയ്ത റാവികളുടെ കൂട്ടത്തിൽ ഇന്ന ആൾ സ്വീകരിക്കാൻ പറ്റുന്നതായി, ഇന്നത് സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുനിന്ന് ഏതൊരു മെമ്പറുകളും സ്റ്റേജുകളും ഉണ്ടെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് സഹഹുൽ അൽബാനി, ഹസനഹുൽ അൽബാനി, വഅഫഹുൽ അൽബാനി എന്ന് പറയും. അപ്പൊ ഈ പറയുന്നത് ദലാലത്തിന്റെ ആളുകളുടെ ഉറക്കം കെടുക്കുക. അങ്ങനെ തബ്ലീഗ് ജമാഅത്ത് പോലത്തെ മറ്റുള്ള ദലാലത്തിന്റെ ആളുകൾ ആരാണെങ്കിലും ബിദ്അത്തിന്റെയും വഴിപഴച്ച കക്ഷികളും അൽബാനിയെ ഏതൊക്കെ നിലക്ക് വിമർശിക്കാൻ കഴിയുമോ അതവർ വിമർശിച്ചുകൊണ്ട് നടക്കുകയാണ്. അവരുടെ മുൻഗാമികളായ ആളുകൾ മഹാനായ ആദരണീയനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. സഹാബത്തിൽപ്പെട്ട പലരെയും ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഇവരെ ഉറക്കം കെടുത്താണ്. ഇവരുടെ വഴിപഴച്ച വാദങ്ങൾക്ക് അതിന് തടയിടുന്നത് കൊണ്ട് ഈ പറയുന്ന ഹദീസിന്റെ ആളുകൾ, അസറിന്റെ ആളുകളെ വിമർശിക്കുക എന്ന് പറയുന്നത് ബിദ്അത്തിന്റെ ആളുകളുടെ ലക്ഷണങ്ങൾ, അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷറഫ് അസ്ഹാബിൽ ഹദീസ്, ഹദീസിന്റെ ആളുകളുടെ ബഹുമാനം, ആദരവ് അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അഹ്മദ് ബിൻ സിനാനുൽ ഖത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് അന്നഹു ഖാൽ ലൈസ ഫി ദുനിയാ മുബ്തദിഉൻ, ലോകത്ത് എവിടെ നോക്കിയാലും ഒരു ബിദ്അത്തിന്റെ ആളെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഇല്ലാ വഹുവ യുബ്ഗിദു അഹ്ലൽ ഹദീസ്, ഹദീസിന്റെ ആളുകളോട് അവന് ദേഷ്യമില്ലാതെ, ഹദീസിന്റെ ആളുകളെ വെറുക്കുന്നവനായിട്ടല്ലാതെ ഒരു ബിദ്അത്തിന്റെ ആളെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഫഇദ ബതദഅ അർറജുലു, ഒരു മനുഷ്യൻ ദീനുൽ ഇസ്ലാമിൽ പുതിയതായിട്ട് അനാചാരമായിട്ട് ബിദ്അത്തായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാൽ നുസിഅ ഹലാവത്തുൽ ഹദീസ് മിൻ ഖൽബിഹി, ഹദീസിന്റെ ആ മാധുര്യം അവന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കപ്പെടും. പിന്നെ ഹദീസ് സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക്. നേരെ മറിച്ച് സുന്നത്ത് കൃത്യമായിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, അവർക്കാണ് ഹദീസിനോട് ഇഷ്ടം. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് കേൾക്കാനും അവർക്ക് ഇഷ്ടം ഉണ്ടാകുള്ളൂ. ബിദ്അത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് ഹദീസിനോടും അതിന്റെ ആളുകളോടും വെറുപ്പായിരിക്കും. ഹദീസിനെ കുറിച്ചുള്ള മാധുര്യം അവരുടെ മനസ്സിൽ നിന്ന് പോയി കിട്ടും. ഈ പറയുന്ന പേര് അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ അസർ, എന്തുകൊണ്ടാണ് ഈ പേര് ഇവർക്ക് വന്നത്? ഇമാം ലാലിക്കായി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, തുമ്മ കുല്ലു മൻ ഇഅ്തഖദ മദ്ഹബൻ ഫഇലാ സാഹിബി മഖാലതിഹി അല്ലതി അഹ്ദസഹാ യൻതസിബ്. ഓരോ ആളുകളും അവർ ഏത് രീതി, ഏത് വഴി സ്വീകരിച്ചോ ആ വഴിക്കൊക്കെ അതിന്റെ ഒരു തുടക്കക്കാരുണ്ടാകും, അത് തുടങ്ങി വെച്ച വ്യക്തികളുണ്ടാകും. അവരിലേക്ക് ചേർത്താണ് അവർ പറയുക. കുത്തുബി സയ്യിദ് കുത്തുബിൻ്റെതിലേക്ക് ചേർന്ന ഈ പറയുന്ന ഇഖ്വാനികൾ അതിലേക്ക് ചേർന്നുകൊണ്ടാണെങ്കിൽ, തബ്ലീഗ് ജമാഅത്തിൻ്റെതാണെങ്കിൽ മുഹമ്മദ് ഇല്യാസിലേക്ക് ചേർന്നുകൊണ്ടാണെങ്കിൽ, ത്വരീഖത്തിന്റെ വഴിക്കാരായ ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ത്വരീഖത്തിന് അവർക്ക് തുടക്കം കുറിച്ചു കൊടുത്ത അവരുടെ ഷേഖന്മാരിലേക്ക് ചേർന്നുകൊണ്ടാണെങ്കിൽ, ഇങ്ങനെയാണ് സാധാരണ ആളുകൾ പറയൽ. ഷെയ്ഖുനമാരിലേക്ക് ചേർക്കപ്പെട്ട ആളുകൾ അവരുണ്ടാക്കിയതാണെങ്കിൽ ആ ഷെയ്ഖുനമാരിലേക്ക് ചേർത്തുകൊണ്ട് ആളുകൾ പറയും. ഇതാണ് സാധാരണ ഉണ്ടാകല്. അവരുടെ അഭിപ്രായങ്ങളാണ് അവർ പരിഗണിക്കൽ. ഇല്ല അസ്ഹാബൽ ഹദീസ്, ഹദീസിന്റെ ആളുകൾ, അസറിന്റെ ആളുകൾ, സലഫികൾ, സുന്നികൾ ഒഴിച്ച് ഫഇന്ന സാഹിബ മഖാലതിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ എന്ത് പറയുന്നോ ആ പറയുന്ന അതിന്റെ വക്താവ് അള്ളാഹുവിന്റെ റസൂലാണ്. അവർ ആ റസൂലിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുക. വഇലാ ഇൽമിഹി യസ്തനിദൂൻ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയ ആ വിജ്ഞാനത്തിലേക്കാണ് അവർ ചാരി നിൽക്കുക. വബിഹി യസ്തദില്ലൂൻ, അവർക്ക് തെളിവായിട്ടെടുക്കാനുള്ളത് അതായിരിക്കും. വഇലൈഹി യഫ്സഊൻ, ആ ഹദീസ് എന്താണോ അതാണ് അവർ ഓടി കഷ്ടപ്പെട്ടുകൊണ്ട് നേടിയെടുക്കുക. വബിറഈഹി യഖ്തദൂൻ, അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് കൊടുത്ത അഭിപ്രായങ്ങൾ, ആശയങ്ങൾ അതാണ് അവർ പിന്തുടരുക. വബിദാലിക യഫ്തഖിറൂൻ, ഹദീസിന്റെ ആളുകൾ അഭിമാനം കൊള്ളൽ അതിൽ മാത്രമായിരിക്കും. വഅലാ അഅദാഇ സുന്നത്തിഹി ബിഖുർബിഹിം മിൻഹു യസൂലൂൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കൃത്യമായിട്ട് നമുക്കറിയും എന്നതുകൊണ്ട് തന്നെ ദീനിന്റെ ശത്രുക്കൾ ആരാണെങ്കിലും അവരുടെ മുന്നിൽ നേരിട്ട് നിവർന്നു നിൽക്കാൻ ഇവർ തയ്യാറാകും. ഫമൻ യുവാസിഹിം ഫീ ശറഫി സിക്ർ, പേരും പ്രശസ്തിയുടെ കാര്യത്തിൽ അഹ്ലുൽ ഹദീസിനോട് കടപിടിക്കാൻ ആരുണ്ട് ഇവിടെ? വയുബാഹിഹിം ഫീ സാഹത്തിൽ ഫഖർ, പ്രൗഢി നടിക്കുന്ന സമയത്ത് അതിന്റെ സ്റ്റേജുകളിലും അതിന്റെ മൈതാനങ്ങളിലും ചെന്ന് അവസ്ഥ പറയാനും ആദരണീയരാവാനും മറ്റ് ആർക്ക് കഴിയും? വഉലുവിൽ ഇസ്ം, ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സ്വീകരിച്ചുകൊണ്ട് മുൻഗാമികളായ സലഫുകളുടെ അസറുകൾ തെളിവായി സ്വീകരിച്ചുകൊണ്ട് അഭിമാനത്തോടെ പോകുന്ന ഈ പറയുന്ന അസ്ഹാബുൽ ഹദീസ്, അസ്ഹാബുൽ
അസർ, ഈ പറയുന്ന അഹ്ലുൽ അസർ, ഈ പറയുന്ന ഇവരോട് കടപിടിക്കുന്ന മറ്റു ഒരു കക്ഷികളുമില്ല എന്ന് വിശദീകരിച്ചു. ചുരുക്കത്തിൽ ആ പേര്, അതിന്റെ പ്രസക്തി, അതുകൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ അൽ ഫിർഖത്തുൻ നാജിയ, അത്വാഇഫത്തുൽ മൻസൂറ, ഈ പേരിലും ഈ പറയുന്ന സലഫികൾ അറിയപ്പെടുന്നു. അൽ ഫിർഖത്തുൻ നാജിയ, ത്വാഇഫത്തുൽ മൻസൂറ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്ന് വന്ന പ്രസിദ്ധമായ ഹദീസ്, ധാരാളം മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇന്ന ബനി ഇസ്രാഈൽ ഇഫ്തറഖത് അലാ 71 നമ്മൾ ധാരാളം കേട്ട, ജൂതന്മാരായ ആളുകൾ 71 വിഭാഗങ്ങളായി, നസാറാക്കൾ 72 വിഭാഗങ്ങളായി, എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളാകും, കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ. ഏതാണത് എന്ന് ചോദിച്ചപ്പോൾ വഹിയൽ ജമാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൃത്യമായി പറഞ്ഞു വഹിയൽ ജമാഅ. മറ്റു റിവായത്തിൽ മാ കാന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ എന്ന് പറഞ്ഞ ജമാഅത്ത്. ത്വാഇഫത്തുൽ മൻസൂറ എന്ന് പറയുന്ന മറ്റ് അതിന്റെ ശേഷം വേറെ റിവായത്തിൽ കൂടെ വന്ന ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി അൽ ഹഖി മൻസൂരീൻ ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. അത്വാഇഫൽ മൻസൂറ, മൻസൂർ സഹായം സിദ്ധിച്ചവരി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അത്വാഇഫത്തു അൽ ഫിർഖത്തുൻ നാജിയ, ഇവിടെ 73 വിഭാഗങ്ങളാകും, 73 വിഭാഗങ്ങൾ, അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് രക്ഷപ്പെട്ടവര്. അപ്പൊ അത്വാഇഫത്തുൽ മൻസൂറ എന്ന് പറയുന്ന ആ അർത്ഥത്തിലുള്ള ആശയം, ആ പേര് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഈ ഹദീസിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അൽ ഫിർഖത്തുൻ നാജി, ഈ ലോകത്ത് വഴികേടിൽ നിന്ന്, ലലാലത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. ഈ ലോകത്ത് വഴികേടിൽ നിന്ന്, ലലാലത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. പരലോകത്ത് നരക ശിക്ഷയിൽ നിന്നും സുരക്ഷിതരാകുന്ന ഏക വിഭാഗം ആളുകൾ അൽ ഫിർഖത്തുൻ നാജിയ, അത്വാഇഫത്തുൽ മൻസൂറ. ഇമാം ലാലിക്കായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശർഹ് ഉസൂലി ഇഅ്തിഖാദി അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു ഫഹിയ ത്വാഇഫത്തുൽ മൻസൂറ, ഈ പറയുന്ന സലഫികൾ ഇവര് അള്ളാഹുവിന്റെ സഹായം സിദ്ധിച്ച കക്ഷികളാണ്. വൽ ഫിർഖത്തുൻ നാജിയ, ഈ ലോകത്ത് വഴികേടിൽ നിന്നും പരലോകത്ത് നരകശിക്ഷയിൽ നിന്നും സുരക്ഷിതരായ വിഭാഗങ്ങളാണ്. വൽ ഉസ്ബത്തുൽ ഹാദിയ, അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചവരാണ്. വൽ ജമാഅത്തുൽ ആദിലത്തു അൽ മുതമസ്സികത്തു ബിസ്സുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും സഹാബത്തിന്റെയും മുൻഗാമികളുടെയും സുന്നത്ത് മുറുകെ പിടിച്ച നീതിയുക്തരായ ജമാഅത്ത് ആൾക്കൂട്ടം ഇവരായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയയിൽ പറഞ്ഞു അമ്മാ ബഅദ് ഫഹാദാ ഇഅ്തിഖാദുൽ ഫിർഖത്തിൻ നാജിയത്തി അൽ മൻസൂറത്തി ഇലാ ഖിയാമിസ് സാഅ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ട് ഈ ലോകത്ത് വഴികേടിൽ നിന്നും പരലോകത്ത് നരകശിക്ഷയിലും സുരക്ഷിതരായ ആ വിഭാഗത്തിന്റെ വിശ്വാസമാണ് അഹ്ലി സുന്നത്തി വൽ ജമാഅ. അപ്പൊ ഈ പറയുന്ന പണ്ഡിതന്മാർ മുഴുവനും, മുൻഗാമികളായ ആളുകൾ മുഴുവനും സ്വീകരിച്ച് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകളിൽ ഈ അസ്സലഫിയ എന്ന് പറയുന്നത് പോലെ, അസ്സലഫിയത്ത് എന്ന് പറയുന്നത് പോലെ ഈ പേരുകളിൽ ഇവരെ വിശേഷിപ്പിക്കുന്നത്. അല്ലാമ ഹാഫിളുൽ ഹകമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മആരിജുൽ ഖബൂൽ എന്ന് പറയുന്ന അഖീദയുമായി ബന്ധപ്പെട്ട ആ ഗ്രന്ഥത്തിൽ പറഞ്ഞു വഖദ് ജാഅ ഖബറു സ്വാദിഖിൽ മസ്ദൂഖ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വന്നിരിക്കുന്നു അന്നൽ ഫിർഖത്തൻ നാജിയത ഹും മൻ കാന അലാ മിസ്ലി മാ കാന അലൈഹി ഹുവ അസ്ഹാബുഹു. ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്നത് റസൂലും തന്റെ സഹാബത്തും സ്വീകരിച്ച ആ മാർഗം കൃത്യമായി പിന്തുടരുന്ന, അത് അനുസരിച്ച് പോകുന്ന ആളുകളാണ് എന്നുള്ളത് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മറ്റൊരു പേരാണ് അൽ ഖുറബ. അൽ ഖുറബ അപരിചിതർ, അവർ ജീവിക്കുന്ന സമൂഹത്തിൽ അപരിചിത്വം പേറുന്ന ആളുകൾ, പരിചയമില്ലാത്തതുപോലെ മറ്റുള്ള ആൾ, നിങ്ങൾക്കൊരു പ്രത്യേകതയാണ്, നിങ്ങളിവിടെ ജീവിക്കുന്നത് സൗദി അറേബ്യയിലൊന്നല്ലല്ലോ, ഇവിടെയല്ലേ, ഇവിടെ നിന്ന് നടക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് പല ആളുകളും വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവരെ വേഷം കാണുകയാണെങ്കിൽ, ഇവരുടെ സ്വഭാവം കാണുകയാണെങ്കിൽ, ഇവരുടെ നിസ്കാരത്തിൽ തൊട്ടതിൽ മുഴുവനും നാട്ടിലുള്ള പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് അപരിചിതത്വം അനുഭവപ്പെടുന്ന ആളുകൾ അൽ ഖുറബ. ഈ പേരിൽ ഹദീസിൽ വന്നിട്ടുണ്ട് ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുള്ളൊക്കെ സഹീഹായ ഹദീസുകളിൽ വന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദ, ഇസ്ലാം അത് അപരിചിതമായി കൊണ്ടാണ് ഈ ലോകത്ത് വന്നത്. ആദ്യം അല്ലാഹുവിന്റെ റസൂൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എണ്ണപ്പെട്ട ആളുകൾ, തുച്ഛം ആളുകൾ വന്നുകൊണ്ടാണ് ഇസ്ലാം രംഗത്ത് വന്നത്. വസയഊദു ഗരീബൻ കമാ ബദ, അത് എങ്ങനെ അത് ആരംഭിച്ചുവോ അതുപോലെ അപരിചിതമായി കൊണ്ടത് മടങ്ങുകയും ചെയ്യും. നോക്കണം, നമ്മൾ സഹീഹായ ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനമാണ്. ഇന്ന് ലോകത്ത് കോടിക്കണക്കിനുള്ള മുസ്ലിമീങ്ങളുണ്ട്. ഈ പറയുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങളിൽ അവസാന കാലത്ത് ജീവിക്കുന്ന നമ്മൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ ഒരു മനുഷ്യര് പെട്ടെന്നത് ഉൾക്കൊള്ളാൻ കഴിയൂല. അപരിചിതമായിക്കൊണ്ട് ഇന്ന് ലോകത്ത് മുഴുവനും മുസ്ലിമീങ്ങൾ പരന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അത് എങ്ങനെ ആരംഭിച്ചുവോ അതുപോലെ അപരിചിതമായിക്കൊണ്ട് യഥാർത്ഥ ദീനുൽ ഇസ്ലാം കൃത്യമായി അത് പിന്തുടർന്ന് ഫോളോ ചെയ്യുന്ന
അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇതുപോലത്തെ അപരിചിതത്വമാണ് ലോകത്ത് എവിടെ ചെന്നാലും അനുഭവപ്പെടുന്നത്. ഫതൂബാലിൽ ഖുറബ, എല്ലാവിധ ആശംസയും എല്ലാവിധ സന്തോഷവും സ്വർഗത്തിലുള്ള മഹത്തായ പദവികളും ശ്രേഷ്ഠതകളും ഇവരെ കാത്താണിരിക്കുന്നത്. ഇവരാണ് അതിന്റെ വക്താക്കൾ. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഇസ്തൗസൂ ബി അഹ്ലി സുന്നത്തി ഖൈറാ, അഹ്ലുസുന്നന്റെ ആളുകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് നന്മ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യാണ്. ഫഇന്നഹും ഖുറബാ, അവർ ലോകത്ത് അപരിചിതർ. അന്നത്തെ സമയത്ത് ഹിജ്റ 200-300 കാലഘട്ടത്തിൽ അവർ പറയാണ്, ഇവർ ലോകത്ത് അപരിചിതരാണ്. വലാലത്തിന്റെ ബിദഅത്തിന്റെ ആളുകൾ പല സ്ഥലങ്ങളിലും അത് കൂടിയത് കാരണം മഹാനായ ഈ ഇമാം പറയാണ്, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന് പറയുന്ന ഹദീസിൽ ഈ പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വൽ മുഅ്മിനൂന ഫീ അഹ്ലിൽ ഇസ്ലാമി ഖുറബ, മുസ്ലിമീങ്ങൾ ലോകത്ത് ധാരാളമുണ്ട്, കൃത്യമായ ഈമാനുള്ള ആളുകൾ അപരിചിതരാണ്, വളരെ കുറവാണ്. വഅഹ്ലുൽ ഇൽമി ഫിൽ മുഅ്മിനീന ഖുറബ, മുഅ്മിനീങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ കൃത്യമായി ദീൻ പഠിച്ച ഇൽമുള്ള ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ നമുക്കറിയുന്നതാണ്. വഅഹ്ലു സുന്നത്തില്ലദീന യുമയ്യിസൂനഹാ മിനൽ അഹ്വാഇ വൽ ബിദഅഇ ഫീഹിം ഖുറബ, അതിൽ തന്നെ ബിദഅത്തും ദേഹ ഇച്ഛകളും താല്പര്യങ്ങളൊന്നും ഇല്ലാതെ പൂർണ്ണമായി കൃത്യമായി സുന്നത്ത് പിന്തുടർന്നു കൊണ്ടുപോകുന്ന ആളുകൾ അവർ അപരിചിതരാണ്, വളരെ കുറവാണ്. വദ്ദഊന ഇലൈഹാ അസ്വാബിറൂന അലൽ അദൽ മുഖാലിഫീൻ ഹും അശദ്ദു ഹഉലാഇ ഖുറബ, അതിന്റെയും പുറമെ ഈ കൃത്യമായ മൻഹജിലേക്ക്, ഈ അഖീദയിലേക്ക്, ഈ വഴിയിലേക്ക് പ്രബോധനം നടത്തിക്കൊണ്ട് ആളുകളിൽ നിന്ന് വിമർശനങ്ങളും എതിർപ്പുകളും ഉപദ്രവങ്ങളും സഹിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ അതിലേറെ കുറവാണ്. വലാകിൻ, പക്ഷേ ഇങ്ങനെ അപരിചിതരാണെങ്കിൽ പോലും ഹഉലാഇ ഹും അഹ്ലുല്ലാഹി ഹഖ്ഖ, ഇവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ആളുകൾ. അതുകൊണ്ട് തന്നെ ഫലാ ഖുർബത അലൈഹിം, യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് ഒരു അപരിചിതത്വമില്ല, അവർക്ക് പേടിക്കാനൊന്നുമില്ല. അവർക്ക് സമാധാനിപ്പിക്കാൻ, അവരെ ഏറ്റെടുക്കാൻ, അവരെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. വഇന്നമാ ഖുർബത്തുഹും ബൈനൽ അക്സരീന അല്ലദീന, ബഹുഭൂരിഭാഗം ആളുകളുടെ ഇടയിൽ ഇവരുടെ അപരിചിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടുതൽ ആളുകളെ കുറിച്ച് പറഞ്ഞത് വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലുക അൻ സബീലില്ലാ, ഭൂമിയിലുള്ള ബഹുഭൂരിഭാഗം ആളുകൾ അധികരിച്ചവരും വഴിപയച്ചവരാണ്, അവരെ പിന്തുടർന്നെങ്ങാനും നീ പോകുന്ന പക്ഷം അവർ നിന്നെ വഴികേടിലാക്കും എന്നാ പറഞ്ഞത്. അവർക്കാണ് യഥാർത്ഥത്തിൽ, ഈ ഭൂരിപക്ഷത്തിനാണ് യഥാർത്ഥത്തിൽ അപരിചിതത്വമുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള അപരിചിതത്വം, അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ള, അള്ളാഹുവിന്റെ ദീനിൽ നിന്നുള്ള അപരിചിതത്വമുള്ളത് ബഹുഭൂരിപക്ഷത്തിനാണ്. അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പോകുന്ന ഈ പറയുന്ന ഖുറബാക്കൾക്ക് യാതൊരു അപരിചിതത്വമില്ല. അള്ളാഹുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്, അള്ളാഹുവിന്റെ റസൂലിനുമായിട്ട് ഏറ്റവും പരിചയവും ബന്ധവുമുള്ളവരായിരിക്കും. ദീനുൽ ഇസ്ലാം കൃത്യമായി അറിയുന്നവരും അത് പരിചയപ്പെട്ടവരും അതനുസരിച്ച് പോകുന്നവരുമായിരിക്കും. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അപരിചിതത്വമില്ല തന്നെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖുറബാ എന്ന്. ഈ പറയുന്ന ആളുകൾ വഹഉലാഇ ഹുമുൽ ഖാബിദൂന അലൽ ജംരി ഹഖ്ഖൻ, തീക്കണലിന്മേൽ പിടിച്ചു നിൽക്കുന്നവർ അവസാന കാലത്തുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥ ഈ ഖുറബാക്കൾക്ക്, ദീൻ കൃത്യമായി പഠിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് തീക്കണലിന്മേൽ ചവിട്ടി നിൽക്കുന്നത് പോലെ. ഒരു സൽക്കാരത്തിന് ചെന്നാൽ അവിടെ പ്രയാസം, ഒരു കല്യാണത്തിന് ചെന്നാൽ അവിടെ പ്രയാസം, മാർക്കറ്റിലും അങ്ങാടിയിലും ചെന്നാലും കുടുംബത്തിൽ മരിച്ച സ്ഥലത്ത് ചെന്നാലും ഇവരെ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥയായിരിക്കും. ബഹുഭൂരിപക്ഷവും ഇവർക്കെതിരായിരിക്കും. തീക്കണമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലത്തെ അസ്വസ്ഥനായിരിക്കും ഈ ആളുകൾ, ഈ ഖുറബാക്കൾ. അക്സറുന്നാസി ബൽ കുല്ലുഹും ലാഇമുൽ ലഹും, ഭൂരിപക്ഷം ആളുകളും ഇവരെ വിമർശിക്കുന്നവർ, ഇവരെ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും. ഫലി ഖുർബത്തിഹിം ബൈന ഹാദൽ ഖൽഖി യഉദ്ദൂനഹും അഹ്ലു ശുദൂദിൻ വബിദ്അത്തിൻ വമുഫാറഖത്തിൽ സവ, ആളുകൾ ഇവരെ ഒറ്റപ്പെട്ടവരായിട്ട്, ഇവര് പുത്തൻവാദികളായിട്ട്, ഇവര് ബഹുഭൂരിപക്ഷത്തിന് എതിര് നിൽക്കുന്ന ആളുകളായിട്ട്, ഇവര് നാട്ടിലും സമൂഹത്തിനും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിട്ടാണ് ജനങ്ങൾ കാണുക. ബലിൽ ഇസ്ലാമുൽ ഹഖ് അല്ലദീ കാന അലൈഹി റസൂലുള്ളാഹി വ അസ്ഹാബുഹു ഹുവൽ യൗമ അശദ്ദു ഖുർബത്തൻ മിൻഹു ഫീ അവ്വലി ദുഹൂരി. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അന്നത്തെ കാലത്ത് പറയാണ്, ഹിജ്റ 700-600 കാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, ഇസ്ലാം അതിന്റെ ആരംഭത്തിൽ ഏതൊരു അപരിചിതത്വം നേരിട്ടുവോ അതിലേറെ പ്രയാസകരമായ കഠിനമായ ഒരു അപരിചിതത്വം ഇന്ന് മുസ്ലിമീങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജീവിക്കുന്ന നമ്മുടെ അവസ്ഥകൾ എന്തായിരിക്കും? വഇൻ കാനത് അലാമുഹു വറസൂമുഹു ളാഹിറത്തു മശ്ഹൂറത്തുൻ മഅറൂഫ, ഇസ്ലാമിന്റെ പ്രസിദ്ധമായ നിസ്കാര ജമാഅത്ത് നിസ്കാരാണെങ്കിൽ, പള്ളികളാണെങ്കിൽ, ബാങ്കാണെങ്കിൽ, മറ്റുള്ള ഹജ്ജ, ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഫൽ ഇസ്ലാമുൽ ഹഖീഖിയ്യു ഗരീബുൻ ജിദ്ദൻ, യഥാർത്ഥ ഇസ്ലാം പൂർണ്ണമായ നിലക്ക് ഇന്ന് അപരിചിതമാണ് ബഹുഭൂരിഭാഗം ആളുകളിലും. വഅഹ്ലുഹു ഖുറബാഉ അശദ്ദൽ ഖുർബത്തി ബൈനന്നാസ്, യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ മനുഷ്യരുടെ ഇടയിൽ യഥാർത്ഥത്തിൽ അതികഠിനമായ ഒരു അപരിചിതത്വത്തിൽ അവർ മുന്നേറുകയാണ് എന്ന്.
ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അന്നൽ ഇസ്ലാമ ഹുവ സുന്ന. ചുരുക്കത്തിൽ ഇതാണ് സലഫിയത്ത്. ഈ പറയുന്ന സലഫിയത്ത് യഥാർത്ഥ ഇസ്ലാമാണത്. ഈ പറയുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്കത് കൃത്യമായി മനസ്സിലായി. ഇസ്ലാം എന്ന് പറയുന്ന അത് തന്നെയാണ് സുന്നത്ത്. വസ്സുന്നത്തു ഹിയൽ ഇസ്ലാം വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖിർ. ഈ സുന്നത്ത് വേറെ ഇസ്ലാം വേറെയല്ല. യഥാർത്ഥ ഇസ്ലാം അതാണ് സുന്നത്ത്. അത് തന്നെയാണ് സലഫിയത്ത്. അതാണ് അഹ്ലുൽ ഉറബാഉം അതേപോലെ അഹ്ലുൽ ഹദീസും അഹ്ലുൽ അസറും ഇവർ സ്വീകരിച്ച യഥാർത്ഥ ദീൻ ഇതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് വ ത്വരീഖത്തുഹും ഹിയ ദീനുൽ ഇസ്ലാം. ഇവർ സ്വീകരിച്ച ഈ ദീന് ഇത് യഥാർത്ഥ ദീനുൽ ഇസ്ലാമാണ്. ദീനുൽ ഇസ്ലാമിന്റെ പൂർണ്ണമായ രൂപം അതാണിത്. അൽ ഇസ്ലാമു അല്ലദീ ബഅസല്ലാഹു ബിഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിനെ അയച്ച യഥാർത്ഥ ദീൻ അത് തന്നെയാണ് ഈ സുന്നത്ത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്, സലഫിയത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാകിൻ ലമ്മ അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്ന ഉമ്മത്തഹു സതഫ്തരിഖു അലാ 73 ഫിർഖ. തന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി ഛിന്ന ഭിന്നമാകും. കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞില്ലേ, ആ ഒന്ന് എന്ന് പറയും വഹിയൽ ജമാഅ. അത് തന്നെയാണ് ഈ പറയുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അത് തന്നെയാണ് അസ്സലഫിയത്ത്. വഫിൽ ഹദീസി അൻഹു, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിഭാഗത്തിനെ വിവരിച്ചത് ഹും മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി അൽയൗമ വ അസ്ഹാബി. ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം പിന്തുടരുന്ന ആളുകൾ. അത് അൽ ജമാഅ എന്ന് മറ്റൊരു റിവായത്തിൽ വന്നു. മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി അൽയൗമ വ അസ്ഹാബി എന്ന് വേറെ റിവായത്തിൽ വന്നു. രണ്ടും വന്നു തന്നെ. സാറൽ മുതമസ്സിഖൂന ബിൽ ഇസ്ലാമിൽ മഹദിൽ ഖാലിസി അനി ഷൂബ്. ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, വഴികേടിൽ നിന്ന്, ദേഹ ഇച്ഛകളിൽ നിന്ന്, ആളുകളുടെ യുക്തികളിൽ നിന്ന്, അതിൽ നിന്ന് മുഴുവനും ക്ലിയറായ, അതിൽ നിന്ന് മുഴുവനും സുരക്ഷിതമായ ദീനുൽ ഇസ്ലാം മുറുകെ പിടിക്കുന്ന ആളുകൾ ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അവരാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾ. അതാണ് സലഫിയത്ത്, അതാണ് ദീനുൽ ഇസ്ലാം. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ എന്തുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്തിനാ ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ അസറിന്റെ ആളുകളാണ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രത്യേകമായ പേര് സ്വീകരിക്കേണ്ടി വന്നു? എന്നാൽ പിന്നെ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ പോരെ? അതിന് മറുപടിയായിക്കൊണ്ട് മുഹമ്മദ് ബിൻ ഉമർ ബാസമൂൽ ഹഫിളഹുല്ല, മക്ക ഏരിയയിലുള്ള മുഫ്തിയായി ഇന്ന് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന മഹാനായ ആ പണ്ഡിതൻ അതിന് കൃത്യമായൊരു മറുപടി തരുന്നു. നമ്മളൊക്കെ സലഫികളാണ്, അസരിയാണ്, സുന്നിയാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പിന്നെ നിങ്ങൾക്ക് മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞുകൂടെ? യഥാർത്ഥ ഇസ്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ പിന്നെ ഈ പുതിയ പേരുകൾ സ്വീകരിക്കുന്നു? ഷെയ്ഖിനോട് അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ സലഫികൾ എന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞുകൂടെ? അതിന് മഹാനായ പണ്ഡിതൻ കൊടുത്ത മറുപടി തന്നെയാണ് നമുക്കും എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ മുന്നിൽ വന്നൊരു കാഫിർ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ നാം അവനോട് പറയും ഞാൻ മുസ്ലിമാണ്. നമ്മുടെ മുന്നിൽ വന്നവൻ കാഫിറാണെങ്കിൽ അവനോട് പറയും ഞാനൊരു മുസ്ലിമാണ്. അവനോട് ഞാൻ സലഫിയ സുന്നിയ എന്ന് പറയേണ്ട ആവശ്യമില്ല, അവൻ കാഫിറാണ്. നമ്മൾ അവനോട് പറയും ഞാൻ മുസ്ലിമാണ് എന്ന്. നേരെ മറിച്ച് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ഒരു അഖലാനി വരികയാണ്, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹദീസിനെ തള്ളുന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വരികയാണ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അവനോട് പറയും ഞാനൊരു അസരിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെയും അവിടുത്തെ സഹാബത്തിന്റെയും അസറുകൾ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് കാര്യങ്ങളെ വിശകലനം ചെയ്യേ, അതനുസരിച്ച് കാര്യങ്ങളെ ഞാൻ മനസ്സിലാക്കിയേ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറയും. മുന്നിലുള്ളവൻ അഖലാനിയാണെങ്കിൽ, അഖലിന് പ്രാധാന്യം കൊടുത്ത് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ന്യായീകരിക്കുന്നവനാണെങ്കിൽ, നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ഒരു റാഫിളി, ഒരു ഷിയ സഹാബികളെയും ബഹുഭൂരിഭാഗം സഹാബികളെയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ വിമർശിക്കുന്ന കുഫാറുകളാണ് എന്ന് പറയുന്ന ഒരു ഷിയാക്ക് അവൻ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഖുറാഫികളെ പോലത്തെയൊക്കെ ബഹുഭൂരിഭാഗം റാഫിലുകളുടെ ഷിയാക്കളുടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ. അവർ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ സുന്നിയാണ് എന്ന് പറയും. ഞാൻ സുന്നിയാണ്, സുന്നത്തിനെ ആ സുന്നത്തിന്റെ വക്താക്കളായ സഹാബികൾ ആദരിക്കുന്ന ആളാണ്, ഞാൻ അവരെ പിന്തുടരുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുന്നിയാണ് എന്ന് പറയും. നാട്ടിലുള്ള ഖുറാഫികളെ ചില ആളുകൾ സുന്നി എന്ന് പറയലുണ്ട്. ആ പേരിന് അവർ അർഹരല്ല, ആ പേരിൽ അവരെ വിശേഷിപ്പിക്കാനും പാടില്ല. അവർ സുന്നത്തിന്റെ വക്താക്കളുമല്ല. അവർ ഈ ഷിയാക്കളെയും മറ്റുള്ള ആളുകളെയും അനുകരിക്കുന്ന, അവരെ പിൻപറ്റുന്നവരായതുകൊണ്ട് സുന്നി എന്നുള്ള പേരിന് അർഹൻ സുന്നത്തിനെ പിൻപറ്റുന്നവനാണ്. അതിനെ തെളിവും രേഖയുമായി അതിനെ മാതൃകയാക്കുന്നവനാണ് സുന്നി എന്നുള്ള പേരിനർഹൻ. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആളുകൾ അവർ ഒരിക്കലും വിശേഷിപ്പിക്കുമ്പോൾ സുന്നികൾ എന്ന് പറയരുത്. ഖുറാഫികൾ എന്നോ ഖുബൂരികൾ എന്നോ സൂഫികൾ എന്നോ മറ്റുള്ള ഏതെങ്കിലും അവരിഷ്ടപ്പെട്ട സ്വീകരിച്ച പേരുകളിലാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത്.
നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ഒരാൾ പറയാൻ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ട ആളാണ്, നമ്മളൊക്കെ ഖിയാമത്ത് നാളിനടുത്ത് ഒരുപാട് പിന്നോട്ട് വന്ന കാലഘട്ടത്തിലുള്ള ആളുകളാണ്, മുൻഗാമികളെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ അവനോട് പറയും ഞാൻ സലഫിയാണ്, ഖലഫിയല്ല, ഈ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ആളല്ല, എന്റെ മുൻഗാമികൾ എങ്ങനെ ജീവിച്ചു, അവരെങ്ങനെ പഠിച്ചു മനസ്സിലാക്കി അവരെ പിന്തുടർന്നു പോകുന്ന ഒരു സലഫിയാണ് ഞാൻ എന്ന് പറയും. ഷെയ്ഖ് ഹഫിളഹുള്ള പറയാണ്, ഈ പറയുന്ന കക്ഷികളൊക്കെ രംഗത്തുനിന്ന് മാറിപ്പോയി, ലോകത്തിഞ്ഞ് മുസ്ലിമീങ്ങൾ മാത്രമുള്ളൂ, യഥാർത്ഥ ദീനുൽ ഇസ്ലാം മാത്രമുള്ള അതിന്റെ വക്താക്കളാണ് ഈ ലോകത്ത് ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പേരുകളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മളും പറയും ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന്. എല്ലാവരും മുസ്ലിമീങ്ങളാണ്, പിന്നെ മറുപക്ഷത്തുള്ളത് കുഫാറുകൾ മാത്രമാണ് എങ്കിൽ നമ്മളും പറയും ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന്. നേരെ മറിച്ച് ദീനുൽ ഇസ്ലാമിന്റെ അതിന്റെ പ്ലാറ്റ്ഫോമിൽ ആ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് മുസ്ലിമാണ് ഞങ്ങളെല്ലാവരും എന്ന് പലരും പറയുകയും ദീനുൽ ഇസ്ലാമിന് കടുക വിരുദ്ധമായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടു പോവുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഈ പറയുന്ന മഹത്തായ പേരുകൾ സ്വീകരിച്ചു എന്നുള്ളതുള്ളൂ. അതിന് കൃത്യമായ തെളിവുകൾ ആ പേര് സ്വീകരിക്കാനും അത് പറയാനുള്ള തെളിവുകൾ നിങ്ങൾ കേൾക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിലുണ്ടായിരുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ, മറുവശത്ത് മുശ്രിക്കീങ്ങൾ കുഫാറുകൾ. മദീനയിൽ ചെന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ ജൂതന്മാരുണ്ട്, മറ്റു വിഭാഗം ആളുകൾ കുഫാറുകളുണ്ട്, വേറൊരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ കൂടെ നിസ്കാരത്തിലും യുദ്ധത്തിലും മറ്റും മുഴുവൻ പങ്കെടുക്കുന്ന ഉള്ളിൽ കാപ്പട്യമുള്ള ആളുകളുണ്ടായപ്പോ യഥാർത്ഥ ഈമാനുള്ള ആളുകളുടെ മുഅ്മിനീങ്ങൾ, മറ്റു വിഭാഗം ആളുകൾ മുനാഫിഖീങ്ങൾ. ആവശ്യമുള്ള സമയത്ത് ഇത് കൃത്യമായി പരിശുദ്ധ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരുകൾ വിശേഷിപ്പിക്കേണ്ടി വന്നത്. അതിനുള്ള ആവശ്യകത ഇതാണ്, അതിന്റെ അനിവാര്യതയും ഇതാണ്. ഇത്രയൊക്കെയാണ് സലഫി മൻഹജി എന്നുണ്ടെങ്കിൽ അതിനെ പിൻപറ്റുന്നതിന്റെ ആവശ്യകത, അത് സ്വീകരിക്കുന്നതിന്റെ സ്ഥിതി എന്താണ്, അതിന്റെ അവസ്ഥ. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ പറയുന്ന സലഫിയത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, അത് ആരിലേക്ക് ചേർത്തുകൊണ്ടുള്ള മൻഹജാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി, അതൊരു വ്യക്തിയിലേക്കോ ഒരു കൂട്ടം ആളുകളിലേക്കോ ഒരു കക്ഷിത്വങ്ങളിലേക്കോ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനെ ഒരാൾ കാര്യം കൃത്യമായി മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സലഫി മൻഹജ് ഒരാൾ സ്വീകരിക്കൽ നിർബന്ധം എന്നല്ല എനിക്ക് പറയാനുള്ളത്, സ്വീകരിക്കണം അത് നിർബന്ധമാണ് എന്നല്ല എനിക്ക് പറയാനുള്ളത് യസ്തഹീലു അലൈഹി ഇല്ലാ അൻ യകൂന സലഫിയൻ. കാര്യം ഇങ്ങനെ കൃത്യമായി കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരു മനുഷ്യൻ സലഫിയാകാതിരിക്കുക എന്ന് പറയുന്നത്, അവൻ സലഫി അല്ലാതെ ജീവിക്കുക എന്നത് മുസ്തഹീലാണ്, സംഭവിക്കാൻ പാടില്ലാത്തത്. ഒരാൾ മുസ്ലിം ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവന് വിജയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, സലഫി മൻഹജി എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് സലഫി അല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. അങ്ങനെയാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ കാര്യം വിശദീകരിച്ചത്. സലഫിയാകണം, അത് നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ അതിന്റെ മേൽ അറിയിക്കുന്ന ആയാത്തുകൾ ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തെളിവായി കൊണ്ടുവന്ന ഹദീസുകൾ അതിന്റെ മേൽ അറിയിക്കുന്നതുണ്ട്. മുൻഗാമികളായ ആളുകൾ, മുൻഗാമികളായ സലഫുകൾ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ അവരുടെ അധ്യാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നാം എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്ത് നമുക്ക് നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്ത്, ആ സൂറത്തിൽ നാം അള്ളാഹുവിനോട് അവനെ സ്തുതിച്ചതിന്റെ ശേഷം, അള്ളാഹുവിന്റെ മേൽ സനാ പറഞ്ഞതിന്റെ ശേഷം, അള്ളാഹുവിനെ പ്രകീർത്തിച്ചതിന്റെ ശേഷം, അവനോട് സഹായത്തെ തേടിയതിൻ്റെയൊക്കെ ശേഷം നാം അള്ളാഹുവിനോട് തേടുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് അള്ളാഹുവേ നീ ഞങ്ങളെ ചേർക്കണമെന്ന്, നേരായ മാർഗത്തിലേക്ക് നീ ചേർക്കണമെന്ന് പറയുന്നു. ഏതാണ് ഈ നേരായ മാർഗം? ഏതാണ് നേരായ ചൊവ്വായ മാർഗം? മുൻഗാമികളായ താബിഈങ്ങൾ, സഹാബത്തും താബിഈങ്ങളും പലരും അതിനെക്കുറിച്ച് പല പേരുകളിൽ വിശേഷിപ്പിച്ചത് കാണാം. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞത് ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബാഹു മിൻ ബഅദിഹി. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. ആ റസൂലിന്റെ രണ്ട് സാഹിബുമാരാണ്, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായി രണ്ട് ഖുലഫാഉർ റാഷിദുകൾപ്പെട്ട പ്രമുഖർ. അവരുടെ ശേഷം വന്ന സഹാബത്തുമാണ്. അവരുടെ മാർഗം പിന്തുടരണം. ആ മറയുന്ന മാർഗത്തിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ചേർക്കണമെന്ന്, ദീനിന്റെ കാര്യത്തിൽ അവരുടെ മാർഗത്തിലേക്ക് ചേർക്കണം. അതാണ് സിറാത്തുൽ മുസ്തഖീം. തുരീദു അൻ യഹദിയക അല്ലാഹു സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ ഒരാൾക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണം. എല്ലാവരും അല്ലാഹുവിനോട് തേടുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനാവശ്യമുണ്ടെങ്കിൽ അതിന്റെ വഴി ഫൽസം സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വൽസം സുന്നത്ത് അസ്ഹാബിഹി,
വത്വരീഖത അസ്ഹാബിഹി മിൻ ബഅദിഹി, റസൂലിന്റെ സ്വഹാബത്തിന്റെ സുന്നത്ത്, ആ സ്വഹാബത്തിനോട് പിന്തുടർന്ന താബിഈങ്ങളുടെ ആ മാർഗം അത് ഒരാൾ മുറുകെ പിടിക്കണം. എന്നാലേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തുകയുള്ളൂ എന്ന് ഈ മുൻഗാമികളായ ഇമാമിങ്ങൾ അഇമ്മത്തുകൾ മനസ്സിലാക്കിയതാണ്. ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല സിറാത്തുൽ മുസ്തഖീം, സംശയമല്ല അല്ലാഹുവിന്റെ റസൂൽ സിറാത്തുൽ മുസ്തഖീമിലാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമിന് സംശയമുണ്ടോ? അങ്ങനെയല്ല എന്നുള്ളത് ആർക്കുമില്ല. ഫസാലികു സബീലിഹി സാലികു സിറാത്തില്ലാഹിൽ മുസ്തഖീം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്ന ആളാണ്. അതിനോട് പിന്തുടരണം. ആ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ഏറ്റവും ആദ്യം അത് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രശംസ പിടിച്ചു പറ്റിയ ആളുകളാരാ? സ്വഹാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാർഗം ഒരാൾ പിന്തുടരണം, അത് മുറുകെ പിടിക്കണം. അപ്പൊ അവൻ സിറാത്തുൽ മുസ്തഖീമിലെത്തും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ത്വരീഖത്തുല്ലാഹി അല്ലദീ നസബഹു ലിഇബാദിഹി അലാ അൽസുനി റുസുലിഹി. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അള്ളാഹു അവന്റെ പ്രവാചകന്മാരുടെ നാവിൽ കൂടെ അടിമകൾക്ക് ഇവിടെ നിശ്ചയിച്ചു കൊടുത്ത വഴിയാണ്. വജഅലഹു മൂസിലൻ ലിഇബാദിഹി ഇലൈഹി, ആ വഴിയിൽ കൂടെയാണ് അള്ളാഹുവിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. വലാ ത്വരീഖ ലഹും ഇലൈഹി സിവ, ആളുകൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ വേറൊരു വഴിയില്ല. ബലി തുറുക്കു കുല്ലുഹാ മസ്ദൂദത്തുൻ ഇല്ലാ ഹാദാ, ത്വരീഖത്തിന്റെ ആളാണ്, ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്, ത്വരീഖത്തിന്റെ മാർഗ്ഗമാണ്, ഇന്ന ത്വരീഖത്താണ് ഇന്ന് ആവേശം കൊള്ളുന്നവർക്ക് ആ വഴികൾ മുഴുവനും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല, അടഞ്ഞു കിടക്കുന്നതാണ്. അത് പിശാചിലേക്കുള്ള വഴികളാണ്. വഹുവ ഇഫ്റാദുഹു സുബ്ഹാനഹു, അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹു തൗഹീദുല്ലാഹി, അതേപോലെ തന്നെ അള്ളാഹുവിനെ ത്വഅത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് കൃത്യമായി ആ റസൂലിനെ പിന്തുടരുക. ഇതാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഒരാൾക്ക് എത്താനുള്ള ഏക മാർഗം, അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഫഇൻ ആമനൂ. അന്ന് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ജൂതനസാറാക്കളോടാണ് പറയുന്നത്, അവർ വിശ്വസിക്കുന്ന പക്ഷം, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നിങ്ങൾ ഏതൊരു വിശ്വാസം, അത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ബിമിസ്ലി മാ ആമൻതും ബിഹി എന്ന തഅക്കീദിന് വേണ്ടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച ആ വിശ്വാസം അവർ സ്വീകരിച്ച പോലെ എന്നല്ല. സഹാബത്തിനോട് പറയാണ്, അന്ന് ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മുഹാജിരീങ്ങളും അൻസാറുകളാണ്. അവരോട് പറയും, നിങ്ങൾ വിശ്വസിച്ച അതേ വിശ്വാസം അവർ വിശ്വസിക്കുന്ന പക്ഷം. അന്ന് ജൂതനസാറാക്കളോട് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ഈ ആയത്ത് നിലനിൽക്കുന്നു. അതിൽ പറയുന്നു, ആര് യഥാർത്ഥ മുഅ്മിനീങ്ങളാകണം, വിശ്വാസികളാകണം, ഹിദായത്ത് സ്വീകരിച്ചവരാകണം, കിട്ടിയവരാകണം എന്നുണ്ടെങ്കിൽ സഹാബത്തെ നിങ്ങൾ വിശ്വസിച്ച അതേ വിശ്വാസം അവർ സ്വീകരിക്കണം. നിങ്ങളുടെ ആദർശം നിങ്ങളെ പിന്തുടരണം, നിങ്ങൾ സ്വീകരിച്ച ദീന് മാർഗം അതവർ സ്വീകരിക്കുകയും വേണം. എന്നാൽ ഫഖദ് ഇഹ്തദൂ, ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കും. നേരെ സഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വിശ്വസിച്ച അതേ വിശ്വാസം അവർ സ്വീകരിച്ചാൽ ഫഖദ് ഇഹ്തദൂ, ആളുകൾക്ക് ഹിദായത്ത് കിട്ടി. സഹാബത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരാൾ ദീനാണ് എന്ന് പറഞ്ഞ് ഏത് മാർഗം സ്വീകരിച്ചാലും ഈ ആയത്തിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നു ഫഇൻ തവല്ലൂ വഇൻ തവല്ലൂ, ഈ പറയുന്ന നിങ്ങളുടെ മാർഗം സ്വീകരിക്കാതെ അവർ പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം, ആര് അവരുടെ അക്കല് കൊണ്ടോ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അവർക്ക് തോന്നുന്നതോ അവരുടെ നാട്ടിനനുസരിച്ചോ കാലഘട്ടത്തിനനുസരിച്ചോ ന്യായീകരിച്ചുകൊണ്ട് ദീന് സ്വീകരിച്ചു പോയാൽ അവര് ദീനുൽ ഇസ്ലാമിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, പ്രവാചകന്റെ വഴിയിൽ നിന്ന് അവർ കൂട്ടം തെറ്റിയവരാണ്. അവർ അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞു പോയ ആളുകളാണ്. അവർ വേറൊരു വഴിയിലാണ്, അള്ളാഹുവും അവന്റെ റസൂലും മുഅ്മിനീങ്ങളും മറ്റൊരു വഴിയിലാണ്. ഫഇന്നമാഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ്, അവരുടെ ശല്യം, അവരുടെ ഉപദ്രവം അള്ളാഹു നിങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് മതിയാക്കി തരും. ജൂതനസറാക്കളുടെ ശല്യം ദീനുൽ ഇസ്ലാമിൽ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും അള്ളാഹു മതിയാക്കി കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എവൻ ഏത് വഴിയിൽ പോകുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശർറിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സുരക്ഷയും രക്ഷയും സമാധാനവും നൽകും. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന മൻഹജിലുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കാര്യങ്ങൾ നൽകുകയും ചെയ്യും. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീന മിൻ ബഅദി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. എന്റെ ശേഷം വരുന്ന എന്റെ സഹാബത്തിന്റെ ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരെ തുടർന്ന് വന്ന സഹാബത്ത്, അവരുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പറഞ്ഞതാണ്. ഈ പറയുന്ന ആയാത്തുകൾ, ഈ പറയുന്ന ഹദീസുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൻഹജ് ഒരാൾക്ക് അവന് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ, അവന്റെ ഈ ലോകവും പരലോകവും സുരക്ഷിതമാകണമെങ്കിൽ നിർബന്ധമായും ഈ പറയുന്ന മൻഹജ് സ്വീകരിച്ചേ മതിയാകും. കാരണം ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം. ഈ പറയുന്ന ഇസ്ലാം ദീൻ അവൻ കൃത്യമായി പാലിക്കുക തന്നെ വേണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി
ഇസ്ലാമിൽ പ്രവേശിച്ചുകൊണ്ട് കൃത്യമായി മൻഹജ് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ, അവൻ രക്ഷയും സുരക്ഷയുമുള്ള ആളായി പോവുകയുള്ളൂ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന് പറയുന്ന കിതാബിൽ ഒരുപാട് ആയത്തുകൾ, അതുപോലെ തന്നെ ഹദീസുകൾ മൻഹജുസ് സലഫ് അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആയത്തുകൾ. ഈ പറഞ്ഞ ആയത്തുകളിൽ ചിലത്, ഈ പറയുന്ന ആയത്തുകളിൽപ്പെട്ട ഒന്ന് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി എന്ന് പറയുന്ന സൂറത്ത് യൂസുഫിന്റെ ഏകദേശം അവസാന ഭാഗത്തുള്ള ആയത്ത്. പ്രവാചകരെ നിങ്ങൾ പറയും, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമാണ് പ്രബോധനം ചെയ്യുന്നത്. ഞാൻ എന്റെ നഫ്സിലേക്കല്ല, എനിക്കെന്തെങ്കിലും നേടാനോ ഞാൻ എന്തെങ്കിലും ഇതിൽ നിന്ന് കരസ്ഥമാക്കാനോ നിങ്ങളിനെന്തെങ്കിലും പ്രതിഫലത്തിനോ അല്ല, അള്ളാഹുവിലേക്ക് മാത്രമുള്ള ദഅവത്താണ്. സലഫികളുടെ ദഅവത്ത് ആയിരിക്കണം. അങ്ങനെയാണ് താൻ. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ അറിവിന്റെയും ഉൾക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ദഅവത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞ ഈ ആയത്ത് തെളിവായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ദഅവത്ത് നടത്തിയത്. ഈ ആയത്തിൽ കൂടെ പറയും, ഞാൻ ആ പറയുന്ന കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. വമൻ ഇത്തബഅനി, എന്നോട് പിന്തുടർന്ന ആളുകളും സഹാബത്തും കൃത്യമായ അറിവിന്റെ വ്യക്തമായ ലക്ഷ്യത്തിന്റെ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ദഅവത്ത് നടത്തുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന നിലക്ക് ആര് ദഅവത്ത് നടത്തിയാൽ കൃത്യമായ തെളിവും ദലീലും രേഖയും വെച്ചുകൊണ്ട് ആരും നമുക്ക് സത്യം യഥാർത്ഥം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദഅവത്ത് നടത്തിയോ അവരെ നമ്മൾ സ്വീകരിക്കണം. എന്താ തെളിവ്? എന്താണ് തെളിവ്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് തെളിവായിക്കൊണ്ട് സൂറത്തുൽ ജിന്നിലുള്ള ഒരായത്താണ് അദ്ദേഹം പറയുന്നത്. ജിന്നുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ദഅവത്ത് സ്വീകരിച്ചു. അവിടുന്ന് ദീനിന്റെ അധ്യാപനങ്ങൾ കേട്ട് പഠിച്ച് അവരുടെ ജിന്ന് സമൂഹങ്ങളിലേക്ക് പോയി. ഇവിടുന്ന് കേട്ട ഈ ജിന്നുകൾ അവരുടെ കുടുംബങ്ങളിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്, ജനങ്ങളെ, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ഈ മനുഷ്യന് നിങ്ങൾ ഉത്തരം ചെയ്യണം, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരി എന്ന് പറഞ്ഞു. ജിന്നുകൾ പറഞ്ഞു. അപ്പോ അള്ളാഹുവിലേക്ക് കൃത്യമായ അറിവോടുകൂടെ ആര് ദഅവത്ത് നടത്തുന്നോ അവരുടെ ദഅവത്ത് നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്ത ആൾ, അവിടുത്തെ സഹാബത്ത് അങ്ങനെ ചെയ്ത ആളാണ്. ഈ ആയത്തിൽ അത് കൃത്യമായി വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വ്യക്തമായ അറിവിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് ആര് ദഅവത്ത് നടത്തിയോ അവരെ സ്വീകരിക്കൽ നിർബന്ധമാണ്. അതൊരു മനുഷ്യന്റെ വിജയത്തിന് അനിവാര്യമാണ് താനും. ഒരു മനുഷ്യന്റെ വിജയത്തിന് അനിവാര്യമാണ് താനും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ثم دلل, മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൻ നിസായിലുള്ള ആയത്തിൽ, സൂറത്തുൻ നിസായിലുള്ള ആയത്ത് വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ثم دلل على هذا الباب بقوله فذكر هذه الآية من سورة النساء. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ومن يشاقق الرسول من بعد ما تبين له الهدى, സൂറത്തുൻ നിസായിലുള്ള ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم. അള്ളാഹുവിന്റെ റസൂലിന് ഒരാൾ വിരുദ്ധമായി, എതിരായി. അതേപോലെ തന്നെ റസൂലിന്റെ സഹാബത്തിന്റെയും മാർഗത്തിനോട് ഒരാൾ വിരുദ്ധമായി. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, സത്യം ഹിദായത്ത് ഒരാൾക്ക് കൃത്യമായി വെളിവായതിന്റെ ശേഷം റസൂലിനോട് ഒരാൾ എതിരായി. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തതിനോട് പിന്തുടർന്നു. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവരായിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മാത്രമാണ്. സഹാബത്ത് റസൂലിൽ അൽ മുഹാജിറൂന വൽ അൻസാർ, അവർ മാത്രമാണ്. അള്ളാഹു ഈ ആയത്ത് പറയുകയാണെന്ന് കൂട്ടിക്കോൾ. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ എന്ന് പറഞ്ഞു നിർത്തി അള്ളാഹു. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞില്ലാന്ന് കൂട്ടിക്കോൾ. അത് പറയാതെ അള്ളാഹുവിന്റെ റസൂലിന് ഒരാൾ വിരുദ്ധമായാൽ തന്നെ ആ വ്യക്തി പരാജയത്തിലാണ്, അവൻ നരകത്തിലേക്ക് പോകുന്ന ആളാണ്. ഒരാൾക്കും അതിൽ സംശയമല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ റസൂലിന്റെ സഹാബത്തായ മുഅ്മിനീങ്ങളെയും കൂടി കൂട്ടിയിട്ട് പറഞ്ഞു, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം അല്ലാത്തതിനോട് പിൻപറ്റിയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്ന ഭാഗത്തേക്ക് നാം അവനെ തിരിക്കും. വനുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെയും സഹാബത്തിന്റെയും മാർഗം പിന്തുടരാതെ പുറംതിരിഞ്ഞു പോകുന്ന ആളുകൾക്കുള്ള അതികഠിനമായ ശിക്ഷയും താക്കീതുമാണ് പറയുന്നത്. നേരെ മറിച്ച് ഈ പറയുന്ന സഹാബത്തിന്റെ മാർഗം സ്വീകരിച്ചാലോ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഇഹ്സാൻ, മുഹാജിർ അൻസാറുകൾ അവരോട് നല്ല നിലക്ക് പിന്തുടരും ചെയ്താൽ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു തൃപ്തിപ്പെടും, ഇവർക്ക് അല്ലാഹുവിനോട് തൃപ്തിയാണ്.
ഏതൊരു മുസ്ലിമായി ഇത് ഇഷ്ടപ്പെടാത്തത്? അള്ളാഹു നമ്മെ തൃപ്തിപ്പെടണ്ടേ? നമുക്ക് അള്ളാഹുവിനോട് തൃപ്തിയില്ലേ? ഇതുണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു വിശേഷണത്തിൽ ഒരാളാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സഹാബത്തിനോട് നല്ല നിലക്ക് പിന്തുടർന്നേ മതിയാകും. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫിഹാ, താഴ്ഭാഗങ്ങളിൽ കൂടെ അരുവികൾ ഒഴുകുന്ന നദികളും പ്രതിഫലങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കാലാകാലം വമ്പിച്ച മഹത്തായ വിജയം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന പ്രതിഫലങ്ങൾ ഇവരെ പിന്തുടർന്ന ആളുകൾക്കുള്ളത്? ഇവരെ പിന്തുടരാതെ പുറം തിരിഞ്ഞു പോകുന്ന ആളുകൾ അള്ളാഹു കൈയൊഴിയും, അവരെ നരകത്തിൽ കൊണ്ടുപോയി പാർപ്പിക്കുമെന്ന് പറയുന്നു. ഒരു മുസ്ലിം ഇവിടെ ഏത് മൻഹജ് സ്വീകരിക്കും? മുൻഗാമികളായി ഈ സഹാബത്തിനെയും താബിഈങ്ങളെയും പിന്തുടരുവോ? ആ മൻഹജ് സ്വീകരിക്കുവോ? അതല്ലത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങൂ. ആയത്ത് കൃത്യമാണ് ആ വിവരങ്ങൾ വിവരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഹദീസ് പോലെ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പറയുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഞാനിവിടെ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൻ നിസാഇൽ ലൗ മൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ എന്ന് പറയുന്ന ആയത്ത് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഉലാത്തുൽ അംരി മിൻ ബഅദിഹി സുനന. അല്ലാഹുവിന്റെ റസൂലും റസൂലിന്റെ ശേഷമുള്ള ഭരണാധികാരികളായ ഖുലഫാഉർ റാഷിദീങ്ങളും അവരെ തുടർന്നുകൊണ്ട് സഹാബത്തും ചില മാർഗങ്ങൾ, ചില വഴികൾ നമുക്ക് കൃത്യമായി വെട്ടിത്തെളിയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അൽ അഖ്ദു ബിഹാ തസ്ദീഖുൽ ലികിതാബില്ലാ, അത് ഒരാൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുക എന്നുള്ളത്. വസ്തിക്മാലുൽ ത്വാഅത്തില്ല, ഖുർആനിലും ആ സുന്നത്തിന്റെ വിവരണമായി കൊണ്ടുവന്ന ഹദീസ് അതിൽ പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുക എന്നുള്ളത്. വഖുവത്തുൻ അലാ ദീനില്ല, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഒരു മനുഷ്യനത് ശക്തിയും പ്രാപ്തിയും നൽകുന്നത്. ലൈസ ലി അഹദിൻ തഗ്യീറുഹ, അതിന് വിരുദ്ധമായി അതിനെ മാറ്റിമറിച്ച് മുന്നോട്ട് പോകൽ ഒരാൾക്കും അനുവദനീയമല്ല. വലാ തബ്ദീലുഹ, അതിനെ മാറ്റിമറിക്കൽ. വലൻ നളറു ഫീ ഷൈഇൻ ഖാലഫഹ, ആ പറയുന്ന മാർഗത്തിൽ, ഈ പറയുന്ന മുൻഗാമികളുടെ മൻഹജ് വഴി, അതിനോട് വിരുദ്ധമായ ഏതെങ്കിലും ഒന്ന് നോക്കാൻ പോലും പാടില്ല. മൻ അമില ബിഹാ മുഹ്തദിൻ, ആ മാർഗം ഒരാൾ കൃത്യമായി പാലിച്ചാൽ അവൻ ഹിദായത്ത് ലഭിച്ചു. വമൻ ഇൻതസറ ബിഹാ മൻസൂർ, ഒരാൾ അതനുസരിച്ച് ശത്രുക്കളുടെ മുന്നിൽ നിവർന്നു നിന്ന് സഹായം തേടിയാൽ അവന് സഹായം ലഭിക്കും. വമൻ ഖാലഫഹ വത്തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആ പറയുന്ന മാർഗത്തിന് വിരുദ്ധമായി മുഅ്മിനീങ്ങളായ ആ മുൻഗാമികളുടെ വഴിയല്ലാത്തതിനോട് പിൻപറ്റിയാൽ വല്ലാഹുല്ലാഹു മാ തവല്ല, അവൻ ഏറ്റെടുത്ത ഭാഗത്തേക്ക് അള്ളാഹു അവനെ തിരിച്ചുവിടും. വഅസ്ലാഹു ജഹന്നം, അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. വസഅത്ത് മസീറ, അവന്റെ അന്ത്യം, അവൻ മടങ്ങി ചെല്ലുന്നത് വളരെ ദുഷിച്ചതായിരിക്കും, വളരെ ചീത്തയായിരിക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, നീതി കൊണ്ടറിയപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം അറിയപ്പെട്ട നീതിമാനായ ഭരണാധികാരി, മഹാനായ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്റെ ആളുകൾക്ക്, തന്റെ കൂടെയുള്ള ആളുകൾക്ക് വിവരിച്ചു കൊടുത്തത് അങ്ങനെയാണ്. അബൂ ഉസ്മാൻ സാബൂനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്ഹാബുൽ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ട്, വയഅതഖിദൂന ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സലഫികൾ, സുന്നികൾ, അസ്ഹാബുൽ ഹദീസ്, അവർ അള്ളാഹുവിന്റെ റസൂലിലും അവിടുത്തെ സഹാബത്തിലും വിശ്വസിക്കുന്നു. ആ സഹാബത്ത് എന്ന് പറയുന്നത് ഹും കന്നുജൂമി, അവര് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെയാണ്. ബി അയ്യിഹിം ഇഖ്തദൂ ഇഹ്തദൂ, ആര് പറയുന്നത് അവർ സ്വീകരിച്ചാൽ ഹിദായത്ത് മനുഷ്യന്മാർക്ക് ലഭിക്കും. കമാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീഹിം വയഅതഖിദൂന ബിസ്സലഫി സ്വാലിഹി മിൻ അഇമ്മത്തിദ്ദീൻ വഉലമാഇൽ മുസ്ലിമീൻ, മുൻഗാമികളായ ഉത്തമരായ ആളുകൾ, ദീനുൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ, അവർ സ്വീകരിച്ച മാർഗം സ്വീകരിക്കുകയും അവരാണ് യഥാർത്ഥ മൻഹജിന്റെ യഥാർത്ഥ വഴികാട്ടികൾ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. വയതമസ്സകൂന ബിമാ കാനൂ മുതമസ്സികീന മിനദ്ദീനി വൽ ഹഖിൽ മുബീൻ. ഇമാം മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ആജിരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖൈറു സുലൂകി ഹാദ ത്വരീഖി മൻ അറാദല്ലാഹു അസ്സ വജല്ല അലാമത്തു മൻ അറാദല്ലാഹു അസ്സ വജല്ല ബിഹി ഖൈറ. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കണക്കാക്കിയിട്ടുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് സുലൂഖു ഹാദ ത്വരീഖ്, ഈ പറയുന്ന മുൻഗാമികളുടെ വഴി അതിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. കിതാബുല്ലാഹി അസ്സ വജൽ വസുനനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനു അസ്ഹാബിഹി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, റസൂലിന്റെ സുന്നത്ത്, സഹാബത്തിന്റെ സുന്നത്ത്. വമൻ തബിഅഹും ബിഇഹ്സാനിൻ റഹ്മത്തുള്ളാഹി അലൈഹി തആല അലൈഹിം, ആ പറയുന്ന മുൻഗാമികളോട് പിന്തുടർന്ന നല്ല ആളുകളെ വഴിയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. വമാ കാന അലൈഹി അഇമ്മത്തുൽ മുസ്ലിമീന ഫീ കുല്ലി ബലദ്, ഓരോ നാട്ടിലും മുസ്ലിമീങ്ങളുടെ ഇമാമുകളായി ജീവിച്ചിരുന്ന അവരുടെ മാർഗം പിന്തുടരുക. ഇലാ ആഖിരി മാ കാന മിനൽ ഉലമാഇ മിസ്ലൽ ഔസാഇ, ഷാമിലുണ്ടായിരുന്ന ഇമാം ഔസാഇ, സുഫിയാനു സൗരി ഇറാഖിലുണ്ടായിരുന്ന മാലിക് ഇബ്നു അനസ്, അദ്ദേഹം മദീനയിലുണ്ടായിരുന്ന ഇമാം ഷാഫിഈ ഇറാഖിലും മിസ്റിലുമുണ്ടായിരുന്ന അഹ്മദ് ബിൻ ഹംബൽ ഇറാഖിലുണ്ടായിരുന്ന
ഖാസിം ഇബ്നു സല്ലാം വമൻ കാന അലാ മിസ്ലി ത്വരീഖത്തിഹിം, ഈ പറയുന്ന ഇമാമുകൾ സ്വീകരിച്ച ആ മാർഗം കൃത്യമായി സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുന്ന ആളുകൾ ഒരാൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു അവന് ഖൈർ കണക്കാക്കിയിട്ടുണ്ട്. ആ മനുഷ്യന് വിജയം, ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി എന്നുള്ളതിന്റെ തെളിവാണ്, ലക്ഷണമാണ്. അപ്പൊ ചില ആളുകൾ പറയും ഈ സഹാബത്തിനെ മാത്രം നമ്മൾ പിന്തുടരണം, അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. എന്താണ് അവർക്ക് ഇത്ര പ്രത്യേകത? നമുക്ക് അറബി അറിയൂലേ? അറബി സാഹിത്യം നമ്മൾ നേടിയെടുത്തിട്ടില്ലേ? നമ്മളും ഗ്രന്ഥങ്ങൾ നോക്കുന്നു, നമ്മളും കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. എന്താ സഹാബത്തിനായിട്ട് ഇത്ര പ്രത്യേകത? അവർക്ക് പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്ക് നമുക്കില്ലാത്ത, നമ്മൾ പുരുഷന്മാരാണ്, അവരും പുരുഷന്മാരാണ്. ചില ആളുകൾ അങ്ങനെ പറയാം, ചില ഗ്രന്ഥങ്ങൾ എഴുതി വെക്കും, ഹും റിജാലുൻ വനഹ്നു റിജാൽ, ഓരോ ആണുങ്ങളാണ്, നമ്മളും ആണുങ്ങളാണ്. അവർ ആണുങ്ങളാണ് എന്നുള്ളത് അള്ളാഹും റസൂലും അത് കൃത്യമായി അംഗീകരിച്ച കാര്യമാണ്, അവരുടെ ആണത്വം. നമ്മൾ ആണുങ്ങളാണ് എന്ന് പറയുന്നേ ഉള്ളൂ. അവരുടെ മാർഗം നമ്മൾ സ്വീകരിച്ചാൽ നമ്മളും ആണുങ്ങളാണ്. നേരെ മറിച്ച് നമ്മൾ അവരുടെ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ആണത്വം നമ്മൾ തെളിവിക്കാത്ത ആളുകളായി പരാജയപ്പെട്ടു പോകും. സഹാബത്തിന് പ്രത്യേകത ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ അത് വന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ അത് അംഗീകരിച്ച് വിവരിച്ചു തന്നതാണ്. നിങ്ങൾ നോക്കി, സൂറത്തുൽ ഫതഹിൽ അല്ലാഹു പറയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, സഹാബത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ കുഫാറുകളെ സംബന്ധിച്ചവർ ശക്തരായ കർക്കശമുള്ള സ്വഭാവത്തിന്റെ ആളുകളാണ്. അവർ തമ്മിൽ വളരെയധികം റഹ്മത്തും വാത്സല്യവും ദയയുമുള്ള ആളുകൾ. അവരുടെ വലാ ബറാഇനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ കൃത്യമായി വിവരിക്കുന്നത്. സ്വഹാബത്ത് സ്വീകരിച്ച അവരുടെ നിലപാടുകൾ, സത്യത്തിന്റെ ആളുകളോടും മുഅ്മിനീങ്ങളോടും ശരിയായ മാർഗത്തിലുള്ള ആളുകളോടും അവർ വളരെ ദയയും വാത്സല്യവും മുഅ്മിനീങ്ങൾ തമ്മിലുണ്ടാവേണ്ടുന്ന ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ വിശേഷണത്തിന്റെ ആളുകളായിരുന്നു. നേരെ മറിച്ച് കുഫാറുകളാണെങ്കിൽ അവരോട് കൃത്യമായ ആ ബറാവും ആ ശത്രുതയും ആ വെറുപ്പും അത് അവർ പ്രകടിപ്പിക്കുന്നവരായിരുന്നു. നമ്മിൽ പല ആളുകളും ഒരു പക്ഷേ ഈ സ്വഭാവത്തിനുടമകളാവുകയില്ല. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹ്, അവർ ധാരാളം ഇബാദത്തിൽ മുഴുകുന്ന ആളുകളായിരുന്നു. അങ്ങാടിയിൽ സൊറ പറയുന്നവരോ ഭൗതികമായ ചുറ്റുപാടുകളിൽ കെട്ടിമറിയുന്നവരോ അള്ളാഹുവിന്റെ കൃത്യമായ ഇബാദത്തുകളിൽ വീഴ്ച വരുത്തുന്നവരായിരുന്നില്ല. അവർ റുക്കൂയിലും സുജൂദിലുമാണ് നിനക്ക് അവരെ കാണാൻ കഴിയുക. ആ പറയുന്ന ഇബാദത്തിൽ അവരുടെ ലക്ഷ്യം യബ്തഗൂന ഫളലൻ മിനല്ലാഹ്, അവരുടെ ഇഖ്ലാസാണ് ഇതുകൊണ്ട് അറിയിക്കുന്നത്. അവർക്ക് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുന്നവരായിരുന്നു. നമ്മുടെ പല ഇബാദത്തുകളും പല കാര്യങ്ങളിലും ഒരു പക്ഷേ വീഴ്ചകൾ കാണാൻ കഴിയും. ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവർ രാത്രി സമയങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യ സമയങ്ങൾ അവർ നിർവഹിക്കുന്ന ഇബാദത്തിന്റെ അതിൻ്റെ ഒരു ഗാംഭീര്യവും അതിൻ്റെ ഒരു പ്രകാശവും അതിൻ്റെ ഒരു പ്രസന്നതയും അവരുടെ മുഖങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നിസ്കാര തഴമ്പുകളല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖവാരിജുകളായ ആളുകളുടെ ശരീരങ്ങളിൽ സുജൂദ് റുക്അ് കൊണ്ട് ധാരാളം തഴമ്പുകൾ ഉണ്ടായിരുന്നു. നിസ്കാരത്തിന്റെ തഴമ്പുകളല്ല, ഈമാനിന്റെ പ്രകാശം. അത് കാണുന്ന അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ഗാംഭീര്യം, അതിൻ്റെതായ ഒരു വെളിച്ചം നിനക്ക് കാണാൻ കഴിയും. ഇതായിരുന്നു ആ സഹാബത്ത്. ദാലിക മസലുഹും ഫിത് തൗറാത്ത്, ജൂതന്മാർക്ക് ലഭിച്ച മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ച തൗറാത്തിൽ അവരെക്കുറിച്ചുള്ള ഉപമ ഇങ്ങനെയാണ്. വമസലുഹും ഫിൽ ഇൻജീലി, ഇൻജീലിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ച ഇൻജീലിൽ അവരുടെ ഉപമ കസറഇൻ അഖ്റജ ശത്അഹു ഫആസറഹു, അതൊരു കൃഷി പോലെയാണ്. അവർ ആ കൃഷി അതിന്റെ ചെറിയ നാമ്പുകളെയും തൂമ്പുകളെയും അതിന്റെ കുഞ്ഞുങ്ങളെയും അത് പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അത് വലുതായി അത് ശക്തി പ്രാപിച്ചു. ഫസ്തഗ്ലള ഫസ്തവ അലാ സൂഖിഹി, ആ പറയുന്ന ചെറിയ കന്നുകൾ അത് അതിന്റെ കാലിൽ, അതിന്റെ കണ്ടങ്കാലിൽ അത് നിൽക്കാൻ പ്രാപ്തമായി അത് ശക്തി പ്രാപിച്ചു. യുഅജിബു സുറാഅ, കർഷകരായ ആളുകൾക്ക് ഇത് കാണുമ്പോൾ ആദ്യം ഒന്ന് നട്ടു, അതിന്റെ ഇടത്തും വലത്തും ചുറ്റുഭാഗത്ത് ചെറിയ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് ചെറിയ തൈകൾ വളർന്നു വന്ന് അതും ശക്തി പ്രാപിച്ചു. അതിൽ മുഴുവനും ധാന്യങ്ങളും കൃഷികളും വിത്തുകളും അവർക്ക് ലഭിക്കുന്നത് കർഷകനായ മനുഷ്യന് കാണുമ്പോൾ സന്തോഷവും ആവേശമുണ്ട്. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ റസൂൽ വന്നു, ആ റസൂലിന്റെ സഹാബത്ത് വന്നു, അവരുടെ ശേഷം താബിഈങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും ഈ ദീന് സ്വീകരിച്ചു. ദീനുൽ ഇസ്ലാം അങ്ങനെ ഉയർന്ന് ശക്തി പ്രാപിച്ചു. ലിയഗീള ബിഹിമുൽ കുഫാർ, സത്യനിഷേധികൾ അത് കാണുമ്പോൾ അവരുടെ മനസ്സ് തളച്ചു പോകും, അവർക്ക് വെറുപ്പും ദേഷ്യവും ഉണ്ടാകും. ഒരു പിതാവ്, ഒരു വ്യക്തി അവൻ ദീനുൽ ഇസ്ലാം കൃത്യമായി മൻഹജ് സ്വീകരിച്ചു, അവന്റെ ഭാര്യ അത് പഠിച്ചു, അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് കൃത്യമായ വിശ്വാസത്തിന്റെ, ശരിയായ ഇബാദത്തിന്റെ, ശരിയായ ദീനുൽ ഇസ്ലാമിന്റെ സ്വഭാവത്തിന്റെ അദബുകൾ അത് പഠിച്ച് മനസ്സിലാക്കി വളർന്നു വരിക. അതിന് വിരുദ്ധമായ കുഫാറുകളും മുജ്രിമീങ്ങളും മുബ്തദിഈങ്ങളും മുശ്രിക്കീങ്ങളും അവർക്ക് ഈ രംഗം കാണുമ്പോൾ മനസ്സിന് സഹിക്കൂല, അവരുടെ മനസ്സ് കത്തിക്കൊണ്ടേയിരിക്കും, അവർ വെറുത്തുകൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് സഹാബത്തിനെ അല്ലാഹു വിശേഷിപ്പിച്ചത്.
വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി മിൻഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ. അവരിൽ നിന്നുള്ള ഈ വിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്ക് അള്ളാഹുവിന്റെ വാഗ്ദാനം മഹത്തായ പ്രതിഫലങ്ങളും അവരിൽ നിന്ന് വന്ന വീഴ്ചകൾ പുറത്തു കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനത്തെ പ്രശംസ, ഇങ്ങനത്തെ ആദരവ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനല്ലാതെ ഈ ലോകത്ത് അവകാശപ്പെടാൻ ആർക്കാണുള്ളത്? അവരുടെ വഴി പിന്തുടർന്ന യഥാർത്ഥ സലഫികൾക്കല്ലാതെ വേറെ എവർക്കാണ് ഇതുപോലത്തെ പ്രശംസകളും ഇതുപോലത്തെ പ്രതിഫലങ്ങളും ഇതുപോലത്തെ വാഗ്ദാനങ്ങളും അവകാശപ്പെടാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടെ ഈ പറയുന്ന സഹാബത്തിന്റെ സ്ഥാനം അത് ഇത്ര ഉയർന്നതാണ്, ആദരണീയരാണ് എന്ന് വിശേഷിപ്പിച്ചു തരാൻ അള്ളാഹുവാണ് സാക്ഷ്യം വഹിക്കുന്നത്. അവരുടെ ഹൃദയങ്ങൾ പരിശുദ്ധമാണ്, അവരുടെ ഈമാനിൽ സത്യസന്ധരാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്ന അവരെക്കുറിച്ച് നൽകുന്ന കൃത്യമായ വ്യക്തമായ ഒരു വിവരമാണ്. എന്നിട്ട് ഒരാൾ പറയാണ്, സഹാബത്ത് അവർ പറയുന്നത് പോലെ എന്തിനു കേൾക്കണം, അവരും ഞങ്ങളും ഒരുപോലെയല്ലേ, അറബി ഭാഷ നമുക്കും അറിയൂലേ? അങ്ങനെയല്ല. മറ്റൊരായത്തിൽ അള്ളാഹു സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഉനക തഹ്ത അഷ്ജറ. മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ മരത്തിന്റെ താഴ്ഭാഗത്ത് വെച്ച് അള്ളാഹുവിനോട് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ. അവരുടെ മനസ്സിലുള്ള ഉദ്ദേശശുദ്ധി അള്ളാഹു കൃത്യമായി അറിഞ്ഞിരിക്കുന്നു. അള്ളാഹു അവരിൽ സമാധാനമിറക്കി. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ തിരിച്ചുപോയാലും, ഇപ്പൊ ശത്രുക്കളിൽ നിന്ന് അവർക്ക് താങ്ങാൻ കഴിയാത്ത കരാറുകളിൽ ഒപ്പിട്ട് മടങ്ങിപ്പോയാലും വമ്പിച്ച വ്യക്തമായ വിജയം അള്ളാഹു അവർക്ക് പ്രതിഫലമായി കൊണ്ട് നൽകുന്നു എന്ന് പറഞ്ഞ ആയത്ത് അള്ളാഹു തൃപ്തിപ്പെട്ടു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആരാണ് ഈ ലോകത്ത് വേറെയുള്ളത്? അള്ളാഹു തൃപ്തിപ്പെട്ട ഈ ബഹുമാന ആദരണീയരായ ഈ സഹാബത്തിന്റെ ഇതുപോലത്തെ പ്രതിഫലങ്ങൾ, ഇതുപോലത്തെ ആദരവ് അവകാശപ്പെടാൻ ഇവിടെ വേറെ ആർക്കാണുള്ളത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഅലിമ മാ ഫീ ഖുലൂബിഹിം മിനസ് സിദ്ഖി വൽ വഫാഇ വസ്സംഇ വത്വാഅ. അവരുടെ സത്യസന്ധത, അവരുടെ വാക്ക് അവർ പാലിക്കുന്ന കാര്യത്തിൽ പൂർത്തീകരിക്കുന്ന, അവർ പറഞ്ഞത് കേൾക്കുന്ന, അനുസരിക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് നൽകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ്മാത്. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ അനുകരിക്കാൻ പോകുകയാണെങ്കിൽ മരിച്ചുപോയ ആളുകൾ അനുകരിച്ചുകൊണ്ടി. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. ജീവിച്ചിരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനും മറിയാനും മാറ്റം വരുത്താനും സാധ്യതയുണ്ട്. ആരാണ് ഈ മരിച്ചുപോയ ആളുകൾ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉദ്ദേശിച്ചത്? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരെ നിങ്ങൾ മാതൃകയാക്കിക്കൊണ്ടിരുന്നവർ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്നത് സഹാബത്തിന്റെ കൂട്ടത്തിലുള്ള പ്രമുഖനായ പണ്ഡിതനായ സഹാബിയാണ്. അദ്ദേഹം പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ നിങ്ങൾ മാതൃകയാക്കിക്കൊണ്ടി. എന്താ കാരണം? അതിന് കാരണം കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൽ വന്ന ഏറ്റവും ശ്രേഷ്ഠരാണ് അവര്. അബർറഹ ഖുലൂബൻ. മനസ്സ് ഏറ്റവും നന്മ ഉടയതായിരുന്നു. വഅഅമഖഹ ഇൽമൻ. ഏറ്റവും ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ളവരാണ്. വഅഖല്ലഹ തകല്ലുഫൻ. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളും കെട്ടിക്കൊടുക്കൊന്നുമില്ല, തിരിയാത്തതൊന്നും ഉണ്ടാകൂല, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നും ഉണ്ടാകൂല. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വഇഖാമത്തി ദീനിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാകാൻ അല്ലാഹു തെരഞ്ഞെടുത്തത് അവരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരാകാൻ അള്ളാഹു തെരഞ്ഞെടുത്ത അവരെയാണ്. എന്തുകൊണ്ട് നമ്മളെ ആരും തെരഞ്ഞെടുത്തില്ല? അള്ളാഹുവിന്റെ ദീൻ ഈ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടി ആ റസൂലിന്റെ കൂടെ സഹായികളായി അള്ളാഹുവാണ് അവരെ നിശ്ചയിച്ചത്. അതുകൊണ്ട് ഫഅരിഫൂലഹും ഫളലഹും. അവരുടെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം. വത്തബിഉഹും ഫീ ആസാരിഹിം. അവരുടെ കാൽപാദങ്ങളിൽ അവർ ബാക്കി വെച്ച ഈ ദീനിൽ നിങ്ങൾ അവരെ പിന്തുടരാൻ തയ്യാറാവണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം. അവരുടെ സ്വഭാവത്തിൽ നിന്ന് അവർ സ്വീകരിച്ച ദീൻ കഴിവിന്റെ പരമാവധി നിങ്ങൾ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം. അവർ യഥാർത്ഥ ചൊവ്വായ നേരായ സന്മാർഗത്തിലാണ് ഈ ലോകത്ത് സഞ്ചരിച്ചത്. ഒരാൾക്കിത് പോരെ? കൃത്യമായ വഴിവിടുണ്ടെങ്കിൽ, മാതൃകയുണ്ടെങ്കിൽ അതല്ലേ ഒരു മനുഷ്യൻ വിജയം പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ സ്വീകരിക്കേണ്ടത്? വഖദ് വഅദല്ലാഹുൽ മുഹാജിരീന വൽ അൻസാരി ബിൽ ജന്നാത്തി വൻ നഈമിൽ മുഖീം. അല്ലാഹു അവർക്ക് സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തു, അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഒരാൾ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച് സംശയം അത് ഒരാൾ മനസ്സിൽ വരൂല. അവർ നമ്മളിലേറെ ശ്രേഷ്ഠരാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരാൾ സംശയിക്കേണ്ട ആവശ്യം ഇല്ല തന്നെ. മുമ്പ് നമ്മൾ കേട്ട ഈ ആയത്തുകൾ, ഈ പറയുന്ന ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി മുസ്ലിം റഹിമഹുമുല്ലാഹ് റിപ്പോർട്ട് ചെയ്തു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസുബ്ബു അസ്ഹാബി. എന്റെ സഹാബികളെ നിങ്ങൾ ചീത്ത വിളിക്കരുതേ, നിങ്ങൾ അവരെ ആക്ഷേപിക്കാനും വിമർശിക്കാനും പോകരുത്. ഫവല്ലദീ നഫ്സി ബിയദി. ഏതൊരുത്തന്റെ കയ്യിലാണോ എന്റെ നഫ്സുള്ളത്,
അവനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാ സത്യം. ലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ, നിങ്ങളിൽപ്പെട്ട ഒരാൾ ഉഹുദ് പർവ്വതം പോലത്തെ സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുകയാണ്. ഉഹുദ് പർവ്വതം എന്ന് പറയുന്നത് മദീനയിൽ പോയ ആളുകൾക്ക് കാണാം, പരന്ന് വിശാലമായി ഉയർച്ചയിൽ നിൽക്കുന്ന അത്ര വലിയ ആ പർവ്വതത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ചെലവാക്കി എന്ന് വെക്കുക. എന്നാൽ പോലും മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു, അവരൊരു പോങ്ങ ചെലവാക്കിയതിന്റെ അതല്ലെങ്കിൽ അതിന്റെ പകുതിന്റെ അവിടേക്ക് ഈ പറയുന്ന ഉഹുദ് പർവ്വതം പോലത്തെ സ്വർണം എത്തുകയില്ല. അവരും നിങ്ങളും തമ്മിൽ ഇത്തരം അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രേഷ്ഠത, അവരുടെ പദവി, അവരുടെ ബഹുമാനം അത് നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിമീങ്ങളെ. ഈ മുമ്പ് നമ്മൾ പറഞ്ഞ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കിഫായ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞു, അല്ലാഹുവും അവന്റെ റസൂലും ഈ സഹാബികളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് പ്രശംസിച്ചതൊന്നും നമ്മൾ കേട്ടിട്ടില്ല എന്ന് വെക്കുക, നമുക്കതൊന്നും അറിയൂല എന്ന് വെക്കുക. പക്ഷേ ഈ സഹാബികളുടെ ചരിത്രങ്ങൾ, ദീനുൽ ഇസ്ലാമിൽ അവർ ചെയ്ത കാര്യങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അവർ യുദ്ധം ചെയ്തത്, ദീനിനെയും റസൂലിനെയും ദീനിനെയും സഹായിച്ചത്, അവരുടെ ശരീരത്തെയും സമ്പത്തും ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചത്, അവരുടെ പിതാക്കന്മാരും സന്താനങ്ങളെയും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ കൊല്ലപ്പെട്ടത്, പറ്റപ്പെട്ടത്, ദീനിൽ നമ്മുടെ ശേഷം വരുന്ന ആളുകൾക്ക് വേണ്ടി കൃത്യമായി ഇത് പഠിച്ച് മനസ്സിലാക്കി നമുക്കത് കൈമാറിയത്, അവരുടെ ഈമാനിന്റെ ശക്തി, അവരുടെ യഖീന്, ഇതൊക്കെ തന്നെ അവരുടെ നീതിയുക്തമായ അവരുടെ ജീവിതം, ഇതൊക്കെ ഒരാൾ കണ്ടാൽ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാകും അവരെയാണ് മാതൃകയാക്കേണ്ടത്, അവർ ചെയ്തതുപോലെയാണ് ഞാനും ചെയ്യേണ്ടത് എന്ന്. ഇവന് രക്ഷ, വിജയം താല്പര്യമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവൻ സ്വീകരിക്കേണ്ടത് ഇത് തന്നെയാണ് എന്ന്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറ്റൊരു അസറിൽ കൂടെ പറഞ്ഞു, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി, ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്, മുഹമ്മദ് നബിയുടെ ഹൃദയമാണ് ഏറ്റവും പരിശുദ്ധവും പവിത്രവുമായി അല്ലാഹു കണ്ടത്. അപ്പൊ ഫസ്തഫാഹു ലിനഫ്സിഹി, റസൂലും നബിയുമാകാൻ വേണ്ടി അല്ലാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വേറെ എത്ര ആളുകളുണ്ടായിരുന്നു? അന്നുണ്ടായിരുന്ന പല മുശ്രിക്കീങ്ങളും പറയുമായിരുന്നു, ഇവനെ മാത്രമാണോ അള്ളാഹു പ്രവാചകനാക്കാൻ വേണ്ടി കണ്ടുവച്ചത് എന്ന്. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു, അള്ളാഹുവിനറിയാ ആരെയാണ് റസൂലാക്കണ്ടി, അതിന് യോഗ്യനും അർഹനും ആരാണ് എന്ന് അള്ളാഹുവിനറിയും എന്നാണ് അള്ളാഹു അതിന് മറുപടി കൊടുത്തത്. അള്ളാഹു റസൂലിനെ തെരഞ്ഞെടുത്തു. ഫബതഅസഹു ബിരിസാലതിഹി, അള്ളാഹുവിന്റെ റിസാലത്ത് കൊണ്ട് ആ റസൂലിനെ അയച്ചു. ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم, പ്രവാചകന്റെ ശേഷം പിന്നെ ഈ ലോകത്തുള്ള സൃഷ്ടികളുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു നോക്കി. فوجد قلوب اصحابه خير قلوب العباد, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരുടെ മനസ്സുകൾ, ഹൃദയങ്ങളാണ് മനുഷ്യരുടെ ഹൃദയം ഏറ്റവും ഉത്തമരായിട്ട് അള്ളാഹു കണ്ടെത്തിയത്. അപ്പൊ ഫജഅലഹും വുസറാ നബിയിഹി, ആ പ്രവാചകന്റെ മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ സഹായികൾ, മുന്നിലും പിന്നിലുമുള്ള സഹായികളാക്കി ഈ സഹാബത്തിനെ. യുഖാതിലൂന അലാ ദീനിഹി, ആ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിന്റെ പേരിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നവര്. അതുകൊണ്ട് ഫമാ റഅൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, ഈ പറയുന്ന മുസ്ലിമീങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തായ മുസ്ലിമീങ്ങൾ നല്ലതായി കണ്ടത് അള്ളാഹുവിന്റെ അടുക്കലും അത് നല്ലതാണ്. ഫമാ റഅൗഹു സയ്യിഅൻ, അവർ ചീത്തയാണ് തിന്മയാണ് എന്ന് കണ്ടത് ഫഹുവ ഇൻദല്ലാഹി സയ്യിഉൻ, അള്ളാഹുവിന്റെ അടുത്ത് അത് ചീത്തയാണ് തിന്മയാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് വേണം, നന്മ വേണം, താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ സഹാബത്തിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്, ഈ സഹാബത്ത് സ്വീകരിച്ച വഴിയാണ് അവർ പിൻപറ്റേണ്ടത് എന്ന് കരുതി അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ മുഴുവനും സുരക്ഷിതരാണ്, പാപമുക്തരാണ്, മഅസൂമീങ്ങളാണ് എന്നൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നില്ല. നമ്മളങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നത് അവർ മനുഷ്യരാണ്, നമുക്ക് തെറ്റുകൾ പറ്റുന്നത് പോലെ, നമ്മളെടുത്ത് വീഴ്ചകൾ വരുന്നത് പോലെ അവർക്കും തെറ്റുകളും വീഴ്ചകളും പാപങ്ങളും പറ്റാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനും തെറ്റ് ചെയ്താലും തൗബയും ഇസ്തിഗ്ഫാറുമായി പോകുന്ന പക്ഷം അവരുടെ തെറ്റുകൾ അല്ലാഹു, പാപങ്ങൾ അല്ലാഹു സൽക്കർമ്മങ്ങളായി മറിച്ചു കൊടുക്കും. അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും, പുറത്തു കൊടുക്കും. ഈ പറയുന്ന പ്രതിഫലം നമ്മൾ ഓരോരുത്തരും അർഹരാണ് എന്നുണ്ടെങ്കിൽ ഇതിലേറെ അർഹർ ഈ പറയുന്ന സഹാബികളാണ്. അവർ ചെയ്ത സൽക്കർമ്മങ്ങളുണ്ട്, അവർ ചെയ്ത ത്യാഗങ്ങളുണ്ട്, അവരുടെ ഇഖ്ലാസുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അവർ നിന്ന് ദീനുൽ ഇസ്ലാമിന് ചെയ്ത സേവനങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കൊക്കെ പിടിപെടുന്നത് പോലത്തെ ദുരിതങ്ങളും വിപത്തുകളും ഒരു മനുഷ്യന് പിടിപെട്ടാൽ അവന്റെ അടുത്ത് വന്ന തെറ്റുകുറ്റങ്ങൾ, ദോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. ഈ പറയുന്ന ഒരു പ്രതിഫലം, ഈ പറയുന്ന ഒരു സഹായം നമുക്കുണ്ടെങ്കിൽ ഈ പറയുന്ന സഹാബികൾ നമ്മളിലേറെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരും ത്യാഗം സഹിച്ചവരും കഷ്ടതകളും യാതനകളും നേരിട്ടവരാണ്.
അതുകൊണ്ട് അതിന്റെ പ്രതിഫലമായി കൊണ്ട് അള്ളാഹു അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അവർ മാസൂമ്യങ്ങളാണ്, പാപമുക്തരാണ്, കുറ്റമുക്തരാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനത്തെ പരിധി വിട്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുമില്ല. ഇത്രയേ ഉള്ളൂ. സഹാബികൾ തെറ്റ് ചെയ്തിട്ടില്ലേ? അപ്പോൾ അവർ നമ്മളെങ്ങനെ മാതൃകയാക്കുക? തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത തെറ്റ് അള്ളാഹു പുറത്തു തരാമെന്ന് വാഗ്ദാനമുണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാറും തോബയും സൽക്കർമ്മമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾക്ക്, വാഗ്ദാനങ്ങൾക്ക് നമ്മിലേറെ ഏറ്റവും അർഹരും യോഗ്യരും അവരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്ന് പറയുന്നത് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഇത് കേട്ടൊരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നൊരു സലഫി അല്ലാതാകുക എന്നുള്ളത് സംഭവിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ്. ആ പറയുന്നവരുടെ മാർഗം സ്വീകരിക്കുക എന്ന് പറയുന്ന നിർബന്ധമാണ്, അനിവാര്യമാണ്. വിജയിക്കണമെന്നുണ്ടെങ്കിൽ, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യവുമാണ്. അതുകൊണ്ട് അന്നൽ ഇത്തിബാ സബീലിൽ മുഅ്മിനീന മിനസ് സലഫി അൽ മാദിന വാജിബുൻ വഅലൈഹി ഫൽ ഇൻതിസാബു ഇലൈഹിം ശറഫുൻ വഇസ്സുൻ. അത് നമുക്ക് നിർബന്ധമാണ്, അനിവാര്യമാണ്. ഒരാൾ ഞാൻ സലഫിയാണ് എന്ന് പറയാ, പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അവൻ്റെ അടുത്ത് ഈ മൻഹജ് അഖീദ കൃത്യമായി ഉണ്ടെങ്കിൽ അത് അവന് ആദരവാണ്, ബഹുമാനമാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ലാ ഐബ അലാ മൻ അൽഹറ മദ്ഹബ സലഫ് വൻതസബ ഇലൈഹി വഅതസാ ഇലൈഹി. സലഫി മദ്ഹബ്, ഈ പറയുന്ന മൻഹജ് അതിലേക്ക് ചേർന്നു, അതനുസരിച്ച് പോയി, ഞാൻ അതാണ് എന്ന് പറഞ്ഞു, അതിൽ യാതൊരു കുറവുമില്ല, ഒരു ആക്ഷേപവുമില്ല എന്ന് മാത്രമല്ല ബൽ യജിബു ഖബൂലു ദാലിക മിൻഹു, അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഫഇന്ന മദ്ഹബ സലഫി ലാ യകൂനു ഇല്ലാ ഹഖ്ഖാ, കാരണം അവരുടെ മാർഗം അത് സത്യമല്ലാതെ ആവുകയില്ല തന്നെ, അത് ആവുകയില്ല തന്നെ. അതുകൊണ്ട് മുൻഗാമികളായ അഇമ്മത്ത് ഇമാം ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു ഇസ്ബിർ നഫ്സക അല സുന്ന, ഈ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോ. വഖിഫ് ഹൈസു വഖഫൽ ഖൗം, ആ സഹാബത്ത് എവിടെ നിന്നോ അവിടെ നിന്നോണ്ടി. വഖുൽ ബിമാ ഖാലു, അവർ പറഞ്ഞതുപോലെ മാത്രം പറയുക. വഖുഫ അമ്മാ കഫു, അവർ മുണ്ടാതെ മൗനം പാലിച്ച സ്ഥലങ്ങൾ നീയും മൗനം പാലിക്കുക, പറയാതെ ചെയ്യാതെ നിൽക്കുക. വസ്ലുക് സബീല സലഫിക സാലിഹ്, നിന്റെ മുൻഗാമികളായ ആളുകളുടെ ആ മാർഗം അതിൽ നീ സഞ്ചരിച്ചോ. ഫഇന്നഹു യസ്അഉ കമാ വസിഅഹും, അവർക്ക് വിശാലമായതൊക്കെ നിനക്കും വിശാലമാകും. അവരെ കൃത്യമായി പിന്തുടർന്നോ, ഫോളോ ചെയ്തു. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, മഹാനായ ആ പണ്ഡിതൻ പറഞ്ഞു അലൈക ബി ആസാരി സലഫ്, മുൻഗാമികളുടെ അവരുടെ കാൽപാദങ്ങൾ നീ മുറുകെ പിടിച്ചോ, അവരെ നീ മാതൃകയാക്കിക്കോ. വ ഇൻ റഫളക അന്നാസ്, ആളുകൾ നിന്നെ ഒഴിവാക്കിയാൽ, മറ്റുള്ളവർ നിന്നെ പരിഗണിക്കുന്നില്ല, വിഷയാക്കണ്ട. വ ഇയ്യാക വ ആറാ അർജാൽ, മറ്റുള്ള മനുഷ്യന്മാരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നത് അത് നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വ ഇൻ സഖറഫു ലക്കൽ ഖൗൽ, എത്ര നല്ലതായിട്ട് അലങ്കരിച്ചുകൊണ്ട് നിനക്ക് വിഷയം അവതരിപ്പിച്ചു തന്നാലും ഫഇന്നൽ അംറ യൻജലി, കാര്യം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തിരിയും. ഹീന യൻജലി വ അൻത മിൻഹു അലാ ത്വരീഖിൻ മുസ്തഖീം, ചൊവ്വായ നേരായ മാർഗത്തിൽ നീ മുന്നേറുന്ന സമയത്ത് നിനക്ക് കാര്യം കൃത്യമായി തിരിയും, മനസ്സിലാകും. നിനക്ക് കാര്യം തിരിയും, അത് മനസ്സിലാകും. മുൻഗാമികളായ ആളുകൾ പിന്നീട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സമയത്തിന്റെ ദൗർബല്യം കൊണ്ട് ഈ പറയുന്ന സലഫിയത്ത് എന്ന് പറഞ്ഞ ഒരാൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കരുതി അവർ മുഴുവനും സലഫികളാകണം എന്നൊന്നുമില്ല. ചില ആളുകൾ സലഫിയത്ത് അവർ വാദിക്കും, അവർ പറയും, പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ നിലപാടുകളും കടുകവിരുദ്ധമായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ സലഫിയത്ത് ഒരാൾ മുറുകെ പിടിച്ചു പോകുന്ന പക്ഷം കാന വസഫൻ, അവൻ മധ്യത്തിൽ കൂടെ നേരെ ചൊവ്വായ മാർഗത്തിലായിരിക്കും. ബൈന ഫിറഖിൽ ഹലാക്കി വല്ലലാൽ, വഴികേടിന്റെയും നാശത്തിന്റെയും പല കക്ഷികളുടെ ഇടയിൽ അവന്റെ അടുത്ത് കൂടുതലുണ്ടാകൂല, അവന്റെ അടുത്ത് കുറവുണ്ടാകൂല. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ചതെന്ന് കൃത്യമായി അത് പിന്തുടർന്നുകൊണ്ട് പോകുന്ന ആളായിരിക്കും. അവന്റെ അടുത്ത് ഏറുണ്ടാകൂല, കുറവുണ്ടാകൂല. ഇമാം ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മാമിൻ അംറിൻ അമറല്ലാഹു തആല ബിഹി, അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഏത് കാര്യമാണെങ്കിലും പിശാച് അതിന്റെ ഇടയിൽ വരും. രണ്ടാലൊരു കാര്യം ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവൻ ജാഗ്രത കാണിക്കും. ഏതെങ്കിലും കിട്ടിയാൽ മതി പിശാചിന്. ഒന്നിരിക്കൽ അൽ ഗുലുവു അവി തഖ്സീർ, ഒന്നിരിക്കൽ പരിധി വിടും. സലഫിയാണ് എന്ന് പറഞ്ഞിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുൻകഴിഞ്ഞു പോയ ഇമാമുകളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളും ഇവരൊക്കെ കടന്നിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാകും. ഞങ്ങൾ സലഫികളാണ്, ഞങ്ങൾ മാത്രമേ സലഫികളുള്ളൂ എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ ഗുലുവുണ്ടാകും. അത് കരുതണം. അതല്ലാന്നുണ്ടെങ്കിൽ തഖ്സീറുണ്ടാകും, വീഴ്ചയും കുറവുകളും അള്ളാഹുവിന്റെ കൽപ്പനകളും അധ്യാപനങ്ങളും സ്വീകരിക്കാതെ അള്ളാഹു ഗഫൂറുർ റഹീമാണ് എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ടാകും. സലഫിയത്ത് രണ്ടിന്റെയും ഇടയിലാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യം അടിമകളോട് കൽപ്പിച്ചിട്ടുണ്ടോ പിശാചിനവിടെ രണ്ട് നസുഖത്തുണ്ടാകും. രണ്ടാലൊന്ന്, ഒന്നിരിക്കൽ ഇമ്മാ തഖ്സീറുൻ വ തഫ്രീത്തുൻ, ഒന്നിരിക്കൽ കൃത്യമായി ചെയ്യാനയക്കാതെ കുറവും വീഴ്ചയും വരും. അതല്ലെങ്കിൽ ഇമ്മാ ഇഫ്റാത്തുൻ വ ഗുലൂവുൻ, പരിധി വിട്ട് കടന്നങ്ങോട്ട് മുന്നോട്ട് പോകും.
ഈ പറയുന്ന അടിമയിൽ നിന്ന് ഏത് കിട്ടിയാലും പിശാച് വിജയിച്ചു. അവന് ഏതെങ്കിലും ഒന്ന് നേടിയാൽ മതി. അത് രണ്ടിലും പോകാതെ കൃത്യമായ സിറാത്തുൽ മുസ്തഖീമിൽ നീതിയുക്തമായ മാർഗം അത് മുറുകെ പിടിക്കണം. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാള് ദീനിന്റെ കാര്യത്തിൽ അവന് അലസതയും വീഴ്ചതയും തളർച്ചയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടി പിശാച് പിടിക്കും. എന്നിട്ട് അവന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകാൻ അനുവദിക്കാതെ, നിസ്കാരാണെങ്കിൽ ഇബാദത്താണെങ്കിൽ ഓരോ നാട്ടുകാരൊക്കെ അങ്ങനെയല്ലേ, ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ, ഇവിടെ ഒന്നും കഴിയാത്തതല്ലേ, നമുക്ക് ജോലിയില്ലേ, നമുക്ക് തിരക്കില്ലേ, കുടുംബങ്ങളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഗഫൂർ റഹീമല്ലേ, അള്ളാഹു തല രക്ഷിക്കൂലേ, സഹായിക്കൂലേ, സ്വർഗം തരൂ എന്ന് പറഞ്ഞ് ആ ഭാഗത്തിൽ കൂടെ പിടിച്ച് ഈ മനുഷ്യനെ പരാജയപ്പെടുത്തും. അതല്ല വേറെ ഒരാൾ അവൻ്റെ അടുത്ത് തലബുല്ലിൽ നമുക്ക് അത്യാവശ്യം വേണം, ദീനെക്കുറിച്ച് മനസ്സിലാക്കണം, പെരും കുടുംബത്തിൽ നിന്ന് ദീനില്ലാത്തവരാണ്, നാട്ടിലൊക്കെ അങ്ങനെ നാശം കിത്തനെയാണ്, അപ്പോൾ നമ്മൾ ദീന് മനസ്സിലാക്കണം, കൃത്യാക്കണം എന്ന് പറയുമ്പോൾ പിശാച് ആ ഭാഗത്തിൽ കൂടെ വന്നിട്ട് അവിടെ പോയി പഠിച്ചാലൊന്നും പറ്റൂല, മർക്കസിലൊന്നും പോയി നിന്നാൽ നടക്കൂല, നമ്മൾ കുറച്ചിങ്ങോട്ട് വേറുള്ള ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോകണം, വേറെ യമനിൽ പോകണം, വേറുള്ള നാട്ടിലേക്ക് പോകണം, വേറുള്ള കൃത്യമായ നമ്മളെ മശായിഖന്മാരുടെ അവിടെ തന്നെ പോകണം, വെറുത്ത് പോയാൽ നടക്കൂല, പോട്ടത് പ്രശ്നമാണ്, വേറുള്ളത് പ്രശ്നമാണ്. ഈ പറഞ്ഞ നിലയ്ക്ക് ഈ മനുഷ്യനെ മുന്നോട്ട് തള്ളി ഒന്നിരിക്കൽ അവനെ പരിധിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ശേഷം വരുന്ന സഹോദരന്മാർ ഈ ഒലുവിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ദീന് ശരിയായ നിലക്ക് മനസ്സിലാക്കിയതിൽ മുന്നേറാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന വിഷയത്തിൻ്റെ ഇവിടെ സലഫികളായ അതിൽ മുന്നേറുന്ന ആളുകൾക്ക് നസിഹത്തായി കൊണ്ട് പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇയ്യാക്കും അൻ തുബ്ഗിളു അൽ മൻഹജ സലഫി, സലഫി മൻഹജിനെ ഒരിക്കലും നിങ്ങൾ വെറുക്കാൻ പോകരുത്. ലിഅജലി അഖ്താഇ ബഅദിൽ മുൻതസിബീന ലിസ്സലഫിയ്യ, സലഫിയത്തിലേക്ക് ചേർന്ന ചില ആളുകൾക്കുള്ള വീഴ്ചകളോ അവർക്കുള്ള കുറവോ അത് അപകേടുകളോ എന്തെങ്കിലും ഒരു തെറ്റുകളോ കണ്ടിട്ട് സലഫി മൻഹജിനെ വെറുക്കാൻ പോകരുത്. ഫസ്സലഫിയ്യതു ദീനുൻ മഅസൂം, സുരക്ഷിതമായ വിജയം അനിവാര്യമായ അത് പൂർണ്ണമായി നമുക്ക് നൽകിത്തരുന്ന ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ ആ മൻഹജാണ് സലഫിയത്ത്. വലാകിൻ അൽ അഷ്ഖാസുൽ സലഫിയ്യന ഗൈറു മഅസൂമീൻ, സലഫികൾ എന്ന് പറയുന്ന ആളുകൾ പാപമുക്തരല്ല, തെറ്റുകൾ വരാം, മനുഷ്യരാണ്, വീഴ്ചകൾ ഉണ്ടാകാം. അതുകൊണ്ട് സലഫിയത്തിനെ ഒരിക്കലും നിങ്ങൾ വെറുക്കാൻ നിൽക്കരുത്. ഖദ് യകൂനു അശ്ശഖ്സു സലഫിയൻ ഫീ അഖീദതിഹി, ഒരു മനുഷ്യൻ അവന്റെ വിശ്വാസത്തിലൊക്കെ വിശ്വാസപരമായ കാര്യങ്ങൾ സലഫിയായിരിക്കാം. പക്ഷേ വലാകിന്നഹു ലൈസ സലഫിയൻ ഫീ തർബിയതിഹി വസുലൂകിഹി, അവന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ വിഷയത്തിലൊക്കെ അവൻ കൃത്യമായ സലഫിയത്ത് അറിഞ്ഞുകൊള്ളണം, അത് ഫോളോ ചെയ്തുകൊള്ളണം എന്നില്ല. ചിലപ്പോൾ തെറ്റുകളോ വീഴ്ചകളോ കുറവുകളോ ഉണ്ടാകും എന്ന് കരുതി ഈ മൻഹജ് വെറുത്തുകൊണ്ട് പോകരുത്. കൃത്യമായി ഇത് പഠിക്കണം. അതേപോലെ തന്നെ ശേഷമുള്ള സഹോദരന്മാർ ഈ തർബിയത്തിന്റെ കാര്യങ്ങൾ, സുലൂക്കിന്റെ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മജ്ലിസുകൾ പങ്കെടുക്കാനും അതിൽ നിന്ന് കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും പറഞ്ഞതും സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم لك الحمد حمدا كثيرا طيبا مباركا فيه. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.